വളരെ സന്തോഷത്തോടുകൂടി ഈ സമയം ഞാൻ ഈ പള്ളിക്ക് നിൽക്കുന്നു. എല്ലാവരും ഉറങ്ങുന്നൊരു സമയമാണ്. ഉച്ചക്കൊരു ഊണൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്ന സമയമാണ്. പ്രിയപ്പെട്ട മനോജച്ചൻ തിരുവചന ശുശ്രൂഷ മേഖലയിലും ഇടവക ശുശ്രൂഷ മേഖലയിലും വളരെ വിനയാന്വിതമായി ആഴത്തിലും നന്മയിലും ശുശ്രൂഷ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട വൈദികനാണ്. അച്ഛൻ്റെ ശുശ്രൂഷ ഈ ദേവാലയത്തിന് ഒത്തിരി അനുഗ്രഹമാകുന്നു എന്നുള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ ട്രസ്റ്റി, സെക്രട്ടറി, ഇതിൻ്റെ കൺവീനർ, ചുമതലക്കാർ എല്ലാവർക്കും സ്നേഹാശംസകളും നന്മകളും ഒക്കെ നേരുകയാണ്. ഞാൻ മുന്നോട്ട് വരുമ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞ മുഖങ്ങളാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എല്ലാവരും മസിൽ ജീവിച്ചു കഴിച്ചത് ഏതോ ലഭിക്കാത്ത സാധനങ്ങളൊക്കെ പിടിച്ച് വൈകിട്ടിരിക്കുന്നതാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ പൂർണ്ണമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമുക്കിരിക്കുക. ഇതൊരു കുടുംബസംഘമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഗൗരവമൊന്നും വേണ്ട. നമ്മളൊക്കെ പരസ്പരം കുറച്ച് വെണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട് പോവുക. ഇത് വീട്ടിനകത്തില്ലാതെ അല്ല ഈ വെണ്ടിയും പറിച്ച്. അതുകൊണ്ട് നമുക്കൊന്ന് വർത്തമാനം പറയാനാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും നമുക്ക് വീട് പണിയാൻ പറ്റും. ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം കണ്ടത് വലിയ ചോദ്യമൊന്നുമല്ല, വിലോസൊന്നുമല്ല, ഉച്ച വർത്തമാനങ്ങളാണ്. അപ്പം നമുക്കറിയാം നമ്മൾ വീട് പണിയുന്നത് എന്തുകൊണ്ട് എന്തൊക്കെ വെച്ചാൽ കുഞ്ഞുങ്ങൾ പറഞ്ഞു എന്തോ താമസിക്കുക എന്ത് വെച്ചാൽ പണിയുന്നേ കട്ട മാത്രം മതിയോ? അല്ല, പിന്നെ എന്തൊക്കെ വേണം? മണ്ണ് വേണം, സിമെന്റ് വേണം, വെള്ളം വേണം, കമ്പി വേണം, ഇനി ബാക്കി പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ വേണ്ടേ? പൈസ വേണം കേട്ടോ. ഇതെല്ലാം വേണം. നമ്മള് വീട്ടു പണിയാനുള്ള മെറ്റീരിയൽ, റോ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ പറഞ്ഞു. ഇനി പണിക്കാർ ഓക്കെ. ഇനി കട പണിയാണെങ്കിൽ എന്തൊക്കെ വേണം? കട പണിയാണോ? ഈ സാധനമൊക്കെ വേണം. അപ്പൊ ഈ കടയും വീടും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? കടയും വീടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അപ്പൊ അതാണ് നമ്മളിന്ന് പണിയാൻ പോകുന്നത്. നമുക്ക് വീട് പണിയാനായിട്ട് പോകും. ഈ സുന്ദരമായിട്ട് വീട് പണിയുന്ന ഒരു വ്യക്തിത്വം ആരാന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തില് ഞാൻ പറയും, വേദപുസ്തകം ജ്ഞാനി എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. ആരായിരിക്കും? അതെ, ശലോമോൻ അല്ലേ? അദ്ദേഹം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു നല്ല ബൊട്ടാണിസ്റ്റായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനത്തെ പറ്റി പറയുന്നത്, അതായത് ചുമരിന്മേൽ വളരുന്ന ഇസോപ്പ് ചെടി മുതൽ ലെബാനോനിലെ ദേവദാരുവിനെ വരെ ക്ലാസിഫൈ ചെയ്ത് പഠിച്ച ഒരു വലിയ സസ്യശാസ്ത്രജ്ഞനായിരുന്നു ആര്? ശലോമോൻ. പക്ഷേ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത് സ്ത്രീകളെ എടുത്തു വെച്ചോളൂ. കാരണം അദ്ദേഹത്തിന് ഏറ്റവും അധികം ബന്ധമായിട്ട് സ്ത്രീകൾ പറയും. പക്ഷെ ആ ശലോമോൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? എന്താ ശാലോം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നറിയാം? സമാധാനം. സമാധാനത്തിന്റെ മകൻ. സാധാരണ വീട്ടിൽ ഒരെണ്ണത്തെ കെട്ടിട്ട് അമ്മ പോയതായി സമാധാനം. അപ്പൊ ഇത്രയും സ്ത്രീകൾ അന്തപുരത്തിൽ ഉണ്ടായിട്ടും ഈ മനുഷ്യനെ വിളിക്കുന്ന പേർക്കോ സമാധാനത്തിന്റെ മകൻ, സമാധാനം ഉള്ളവരെന്ന അതിന്റെ കാരണം മതിയോ? അദ്ദേഹത്തിന് കൃത്യമായി വീട് പണിയാനും ഭവനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചില ടെക്നിക്സ് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ തന്ത്രമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വീട് പണിയുടെ ചില തന്ത്രങ്ങൾ, ചില രസതന്ത്രങ്ങൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കാനായിട്ട് പോവുകയാണ്. ശരിക്കും ഈ മറ്റ് ജോലികളൊന്നും ഇല്ലാത്ത ഈ സ്ത്രീകളോട് ആരെങ്കിലും വന്നിട്ട് ചോദിക്കുക, ജോലി എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഹൗസ് വൈഫ് ആണ്. ഇപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചുകൂടെ വളർന്നു. ഇപ്പൊ എന്താ പറയുന്നത് അറിയോ? എന്താ പറയുന്നത്? ഹോം മേക്കർ പറയും. എന്താ പറയുന്നത്? അല്ലെ, സാമൂഹ്യ ശാസ്ത്രജ്ഞർ നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയ ഹോം മേക്കർ. ഈ ഹോം മേക്കർ എന്ന് പറയുന്ന വാക്ക് ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ച ആരെന്നറിയാം? ഹോം മേക്കർ എന്ന് പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ചറിയാം? ശലോമോൻ. എവിടെ ഉപയോഗിക്കുന്നറിയാമോ?
സദൃശവാക്യം 14 അധ്യായം 1 വാക്യത്തിൽ. ഏത് വാക്യത്തിലെ സദൃശവാക്യം? 14 അധ്യായം 1 വാക്യത്തിൽ എന്താ പറയുന്നറിയോ? ജ്ഞാനമായവൾ. അതെ, അത് വായിച്ചേ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. എന്നാൽ അടുത്ത വാക്കുണ്ട്, എന്താ പറയുന്നത്? പോഷത്തുള്ളോളം അവർ രണ്ടു പണിയും ഈ പെണ്ണുങ്ങൾക്ക് അറിയാം കേട്ടോ. എന്ന് വെച്ചാൽ വീട് പണിയാൻ അറിയാം, ഇടഞ്ഞു കഴിഞ്ഞ് പൊളിച്ചടുക്കി കയ്യിലും തരും. അപ്പോ നിശ്ചയമായിട്ടും ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? വീട് പണി. നമുക്കറിയാം, ഒരു വീട്ടില് ഏറ്റവും അധികം ജോലി ചെയ്യുന്ന ആര്? നിങ്ങളെ എനിക്ക് പറയുന്നത് അപ്പൊ സ്ത്രീകളാണ് ഒരു വീട്ടിൽ ഏറ്റവും അധികം. ഒരു വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്ന ആര്? സ്ത്രീകളാണ്. ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്ന ആര്? അതുകൊണ്ട് ഈ പണ്ട് മക്കളെ ഉറക്കി കിടന്ന് പുതപ്പിച്ചിട്ടാണ് അമ്മ ഉറങ്ങാൻ പോകുന്നത്. എന്നാൽ ഇന്ന് അപ്പനെ അമ്മയെ ഉറക്കി കിടത്തി പുതപ്പിച്ചിട്ടാണ് ആരുറങ്ങാൻ പോകുന്നത്? പിള്ളേര്. ഈ പിള്ളേരെയൊക്കെ ചാറ്റീസിനെ നോക്കണം കേട്ടോ. രാത്രി എത്ര മണിക്കാ ഉറങ്ങുന്നത്? ഇവിടെ ചാറ്റീസിന് മാത്രം നോക്കിയാൽ നിങ്ങളൊക്കെ ഉറങ്ങി 2 ഉറക്കം കഴിഞ്ഞാലുണ്ടല്ലോ, രാത്രിയുടെ യാമങ്ങളെ കണ്ണു തുറന്നിരിക്കുന്നവരാണ് ആരും നമ്മുടെ പിള്ളേർ. അതുകൊണ്ട് പണ്ടകാലായിരുന്നു ആ വീട്ടിലെ മുഴുവൻ, എസ്പെഷ്യലി നമുക്കറിയാം, ഒരു സ്ത്രീ അത്താഴം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഏത് ശുശ്രൂഷയാണെന്നറിയാം? പാത്രം കഴുകുന്ന ശുശ്രൂഷ അല്ലേ? കാരണം എന്താണെന്നറിയോ? ഞാൻ പറയും, പെറുപുറത്തോടെ ആ പരിപാടി ചെയ്യുന്നു അല്ലേ? കാരണം അതിരാവിലെ എഴുന്നേൽക്കുക, വൈകുന്നേരമാകുമ്പോഴേക്കും കുറയും. ഈ സമയത്തിൽ അങ്ങേരുടെ കൂട്ടം തന്നെ കേൾക്കാം. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? എന്നിട്ട് പകലത്തെ മുഴുവൻ സങ്കടം പരാതി പറയുന്ന ആരോടാണ്? ഈ പാത്രങ്ങളോട്. അതിന് രസം അറിയോ? ഏറ്റവും അവസാനം കഴുകുന്ന പാത്രമായിരിക്കും ആ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് തിളങ്ങുന്ന പാത്രം. അതിന്റെ കാരണം അറിയോ? ഈ സമയത്ത് അങ്ങേരുടെ കൂട്ടം വരെ ഭർത്താവാണെന്ന് സങ്കല്പിച്ചിട്ടാണ് കളിക്കുന്നത്. പാത്രം ഉറങ്ങി. അതുകൊണ്ടാണ് അവസാനം. അപ്പൊ ഇത് ഭർത്താവാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് കഴിയുന്ന പാത്രം രാവിലെ കഴിയുമ്പോൾ നോക്കണം കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഈ ഒരപ്പല്ല കുറച്ചേക്കുന്ന ആര്? അപ്പൊ ഈ രാവിലെ മുതൽ രാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ട് അന്ന് അരച്ചും ജോലി എടുക്കുന്നവരാണ് ആര്? സ്ത്രീ. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് എന്താ നീ ദൈവമേ എത്ര കാലം കൊണ്ട് ചോദിക്കാൻ പഠിച്ചോണ്ടിരുന്നോ? ഇതൊക്കെ എന്താണ് ഇവിടെ ജോലി? ശരിക്കും പറഞ്ഞാൽ ചങ്കുമുട്ടു അല്ലേ? ചങ്കുമുട്ടി തമ്മിൽ ഇത്രയും ജോലി ചെയ്തിട്ട് അതിനല്ല. പക്ഷെ ഇത് വീട്ടിലെ പുരുഷന് കാണാൻ കണ്ണിലേക്ക് ഉണ്ടല്ലോ. പൗരസ്ത്യ പിതാക്കന്മാർക്ക് കണ്ടിരുന്നു. നമ്മുടെ സ്ത്രീകളുടെ ശുശ്രൂഷയിൽ സ്ത്രീകളുടെ തെന്നോടി കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിക്കും. വളരെയോ വീടതിൽ ഇടതടവില്ലാതെ ഓടി നടന്നോളെ. വീടതിൽ ഒരു പുരുഷന്റെ എങ്ങോടി വെച്ചിട്ട് പറയുന്നില്ല. വീടതിൽ ഇടതടവില്ലാതെ ഓടി നടന്നോന്ന് പറയുന്നില്ല. അതേസമയം സ്ത്രീയുടെ എങ്ങോടി കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, വീടതിൽ ഇടതടവില്ലാതെ ഓടി നടന്നോളെ. എന്ന് വെച്ചാൽ നോക്കിക്കുക, എത്രയോ കൊല്ലം മുമ്പ് പിതാക്കന്മാര് ഒരു സ്ത്രീയുടെ അധ്വാനത്തെ എത്ര ഭംഗിയായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാർ ഓടിത്തീർന്ന ദൂരം നമ്മൾ നടന്നു നോക്കിയുണ്ടല്ലോ. ഞാൻ പറയും, സുനിതാ വില്യംസ് ബഹിരാകാശത്ത് പോയതിനേക്കാൾ കൂടുതൽ ദൂരം ഒരമ്മ വീട്ടിനകത്ത് ഓടിത്തീർന്നുണ്ട്. അത്ര മാത്രം ശരിക്കും പറഞ്ഞ ഇൻഡസ്ട്രിയസ് ഭയങ്കരമായി അധ്വാനിക്കുന്നവരാണ് നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ എടുത്തിട്ടാണ് ജ്ഞാനം കൊണ്ട് വീട് പണിയുന്നത്. ആരാ? സ്ത്രീ ആയാലും പുരുഷനായാലും എന്തുകൊണ്ടാണ് വീട് പണിയുന്നത്? ജ്ഞാനം കൊണ്ട്. കടപണിയുന്നതല്ല. കടപണിയാൻ ജ്ഞാനമൊന്നും വേണ്ട. വീട് പണിയണമെങ്കിൽ എന്ത് വേണം? അപ്പൊ നമുക്ക് സംശയം തോന്നാം, എന്താ ജ്ഞാനം? ജ്ഞാനം എന്ന് പറഞ്ഞെന്താ?
ജ്ഞാനം വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് പറയുന്ന പേരാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അല്ലേ? എന്താ പറയുന്നത്? ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ശരിക്കും ഹൈബ്രിഡ് ഇപ്പം വണ്ടിയൊക്കെ ഉണ്ടല്ലോ. വണ്ടിയൊക്കെ എന്താ ഹൈബ്രിഡ്? ഈ വണ്ടിയൊക്കെ ഹൈബ്രിഡ് ആയപ്പോഴാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് വണ്ടി. പക്ഷെ എത്രയോ കൊല്ലം മുമ്പ് പച്ചക്കറിയും നമ്മുടെ വഴുതനങ്ങയും വെണ്ടയ്ക്കായും തക്കാളിയൊക്കെ എന്താ ഹൈബ്രിഡാണ്. അല്ലേ? എന്താ ഈ വണ്ടി ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കൽ സ്റ്റാർട്ട് ആകും, പെട്രോൾ കൂടും, മൈലേജ് കൂടുതൽ, അല്ലെ ഡീസൽ കൂടുതൽ മൈലേജ് കിട്ടും, വിലയും കൂടുതൽ. അല്ലെ? രണ്ട് എഞ്ചിനാണ് ആദ്യമാണ്. ഒന്ന് സ്റ്റാർട്ട് ആകാനും അത്യാവശ്യകാലം ഉപയോഗിക്കാനും. ജ്ഞാനം ഹൈബ്രിഡ് രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? സദൃശവാക്യം 1 അധ്യായം 8 വാക്യം ഒന്ന് വായിച്ചേ. സദൃശവാക്യത്തിന്റെ യഹോവ ഭക്തി. ഞാൻ മൊബൈൽ വായിച്ചോണ്ട് വാക്യം കാണിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. യഹോവ ഭക്തി, ഭക്തി വേണം. രണ്ട്, സ്നേഹം വേണം. ഭക്തിയും സ്നേഹവും ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജ്ഞാനം. രണ്ട് കാര്യം ചെയ്യണം. അപ്പൊ വീട് പണിയണമെങ്കിൽ രണ്ട് കാര്യം വേണം. എന്തൊക്കെ വേണ്ടത്? ഭക്തി വേണം, ജ്ഞാനം കൊണ്ട് പണിയുന്നെങ്കിൽ രണ്ട് കാര്യം വേണം. ഏതൊക്കെ വേണ്ട? ഭക്തി വേണം, സ്നേഹം. അപ്പൊ ഭക്തി എന്താണെന്ന് നമുക്ക് ഒരു സംശയം. എന്ത് ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് എന്താണെന്നറിയോ? ഹജ്ജ് എന്ന് പറയുന്ന എന്താണ്? ഹജ്ജ്. ഭജന കേട്ടിട്ടുണ്ടോ? ഭജന ഉണ്ടോ? ഭജന അല്ലെ? ഭജൻ ഒരു ഭജനയുണ്ട്. ഭജന ഭക്തി ഉണ്ടായി ആ പദത്തിൽ, അതേ പദത്തിൽ നിന്നുണ്ടായ വേറുപാടുകളുണ്ട്. പുച്ചു, ഹജ്ജും പുച്ചു. പുജിക്കാന്ന് പറഞ്ഞത് പുജിക്കെന്ന് പറഞ്ഞല്ലേ? നമ്മളെ കഴിക്കുന്നതിന് പറയുന്നവരാണ് പുജിക്ക. നമ്മളെ പുജിക്കാറില്ല, നമ്മൾ പെരുന്നാറുണ്ട്. അതെ, നമ്മൾ ശരിക്കും നോക്കുക. നമ്മുടെ പിള്ളേര് അവർ രാവിലെ സ്കൂളിൽ പോകണം. നമുക്കറിയാം ഇവരെ രാവിലെ വീട്ടിൽ 2 പിള്ളേർ മതി, വേറെ ഒരു എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം യോഗശാസ്ത്രയിലെ മുഴുവൻ അഭ്യാസം പുറത്തിറക്കിയെങ്കിലേ ആരെഴുന്നേറ്റത്? പിള്ളേർ എഴുന്നേൽക്കുന്നു. ഇവരെ എഴുന്നേൽപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, ടൈറ്റബിൾ എടുത്ത് വെക്കുന്നു, സ്കൂൾ ബാഗ് എടുത്ത് വെക്കുന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് എന്ത് വന്ന് കഴിയും? സ്കൂൾ ബസ് വന്ന് കഴിയും. അമ്മയുടെ മുമ്പിൽ 2 ടാസ്ക്, അല്ലെ അപ്പൻ്റെ മുമ്പിൽ 2 ടാസ്ക്. ഒന്ന്, ഭക്ഷണം കഴിപ്പിച്ചിട്ടില്ല. ഭക്ഷണം കഴിപ്പിക്കാൻ വേണം, വണ്ടിക്കകത്ത് കയറ്റി. എന്താ ചെയ്യുന്നത്? കുഴിഞ്ഞ മുട്ടയും കൊണ്ടെടുക്കും, വാങ്ങിക്കൊണ്ടു ഒരൊറ്റ കുത്തും. മുട്ട അകത്തോട്ട് പോകും, കൊച്ചങ്ങോട്ട് പോകും, കൊച്ചങ്ങോട്ട് പോകും. രണ്ടും ഒരു സമയത്ത് നടക്കുന്ന പ്രക്രിയ. ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ ഉചിക്കാറുണ്ടോ? ഇല്ല. ഈ ഭാര്യയും ഭർത്താവ് ഉദ്യോഗസ്ഥനാക്കി രാവിലെ തിങ്കളാഴ്ച രാവിലെ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്? യഹൂദന്മാരെ പെസഹാഴിക്കും തിടുക്കത്തിൽ നിന്നോണ്ട് കഴിയും. ഓഫീസിൽ ചെന്ന് കിട്ടുമ്പോഴാണ് കൂടെ ചോദിക്കുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വരുന്നത് കുത്തിന്ന് ആലോചിക്കും. ദോശയാണോ അപ്പോ ആണ്? കാരണം അകത്തോട്ട് ചതയ്ക്കാതെ പോയത് സാധനമാണ്. അപ്പോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു നമുക്ക് വിചാരിക്കാം, കല്യാണത്തിന് പോയി ഒന്ന് പൂജിക്കാന്ന് വിചാരിച്ചാൽ കേട്ടറിയാനും സമ്മതിക്കും. എന്തെങ്കിലും കേട്ടറിയാൻ പറഞ്ഞാൽ അറിയാമോ? 10 മിനിറ്റ് കൊണ്ട് 50 ഐറ്റം നമ്മളെ കാണിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് കേട്ടറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പൂജിക്കാൻ തുടങ്ങിയ കേട്ടറിംഗ് 3 കണ്ടും കൂട്ടും. അതുകൊണ്ട് പൂജിപ്പിക്കത്തില്ല, ഈ കാണിപ്പിച്ച്. പക്ഷേ നമ്മൾ അതിനെക്കാട്ടും എടുക്കുന്നത്. കാരണം കാറ്ററിംഗ് കാര്യം 10 മിനിറ്റ് കൊണ്ട് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ആർക്കറിയാം? നമുക്കറിയാം. നമ്മൾ 8 മിനിറ്റ് കൊണ്ട് ഈ മുഴുവൻ അയക്കും. എവിടെ ഇതിന് കണ്ടിട്ടില്ലയോ? ഈ ഓഡിറ്റോറിയത്തിലേക്ക് ബാധിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ച നെഞ്ചു തകർക്കുന്ന കാഴ്ചയല്ല. കാരണം കേരളത്തിൽ ഇത്രയും അധികം പട്ടിണി ഉണ്ടോന്നും നമ്മൾ തിരിച്ചറിയുന്ന നിൽക്കുമ്പോഴാണ്. ആരെ ഇതിന് ഈ ഷട്ടർ അങ്ങോട്ട് തുറക്കുമ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് നിൽക്കുമ്പോഴാണെന്നറിയാം. എവിടെ ഇരിക്കും? എന്നിട്ട് ആ കസേര ഇരുന്നുകൊണ്ട് അവർ ഇരിക്കും. 4 പൈസപ്പോഴും നോക്കും. കാരണം അറിയോ? ഒരു സീറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കും. നടക്കാം എവിടെ ഇരിക്കുന്നത്? ആ സീറ്റിൽ ഇരിക്കും. അപ്പൊ ആദ്യം ഇടിച്ചു കയറുന്ന 4 പേർക്ക് 8 പേരുള്ള സീറ്റാണ്. 4 പേരുള്ള ആദ്യം ഇരിക്കും. അവസാനം ഇടിയും കൊണ്ട് കടന്നു വരുന്ന 4 പേരുണ്ട്. അവര് വലിഞ്ഞു വന്ന് ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ടേബിളിൽ നോക്കുമ്പോഴാണ് അറിയുന്നത് 8 പേർക്ക് വിളമ്പി വെച്ച മുഴുവൻ സാധനവും ഈ 4 പേര് തിന്നിട്ട് ഒന്നും അറിയാത്തവർക്ക് ഇരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൽ പോയാൽ പോലും നമ്മളെല്ലാം ചെയ്യുന്നത് വിരുന്നാണ്. അതുകൊണ്ടാണ്
ഇത് ഏറ്റവും വലിയ രോഗ്യം ഉണ്ടാകുന്ന ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എന്തുമായിട്ട്? പിള്ളേരെല്ലാം MBBS കഴിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ വിടാൻ പറ്റിയ ഏറ്റവും നല്ല ബ്രാഞ്ച് ഗ്യാസ്ട്രോഎൻട്രോളജി. ഇഷ്ടംപോലെ രോഗികൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. അപ്പം നമ്മൾ ഓർക്കണം, ഒരു ഭക്ഷണ പദാർത്ഥം ആസ്വദിച്ച് കഴിക്കുന്നതിന് പറയുന്ന പേരാണ് രുചിക്കുക. ദൈവത്തെ ആസ്വദിച്ച് അറിയുന്നതിന് പറയുന്ന പേരാണ് ഭക്തി. ഭക്ഷണ പദാർത്ഥം ആസ്വദിച്ച് കഴിക്കുന്നതിന് പറയുന്ന പേരാണ് ഭുജിക്കുക. ദൈവത്തെ ആസ്വദിച്ച് അറിയുന്നതിന് പറയുന്ന പേരാണ് ഭജിക്കുക എന്നുള്ളത്. വിശുദ്ധ കുർബാന അതുകൊണ്ട് പറയുന്നത് അനുഭവിച്ചിരുന്നവർക്കായി അനുഷ്ഠിക്കുന്ന കുർബാന. എന്ത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും കുർബാന അനുഭവിക്കുന്നു അല്ല, ആ കുർബാനയെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റണം. ഈ അനുഭവിച്ചത് മാത്രമേ പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ വീട്ടിൽ മക്കൾക്ക് ആരാധന പകർന്നു കൊടുക്കണമെങ്കിൽ ഭക്തി അനുഭവിക്കുന്നവരായിട്ട് അനുഭവിക്കാം. ഇന്നലെ നിങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് ലഭിച്ചത് നിങ്ങൾക്ക് പകർന്ന് തന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്. നമ്മുടെ തലമുറ പള്ളികൾ തീരത്തിന് കാരണം എന്താ? നമുക്ക് ഇപ്പോഴും എന്തായിട്ടില്ല, അനുഭവിച്ചതാർക്ക് പകർന്നു കൊടുക്കണം, മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഈ പഴയ തലമുറയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഇല്ലായ്മ ആദ്യം പഴയ തലമുറയുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇല്ലായ്മ. അതെ, അന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ മുഖ്യമായ വിഷയം ശരിക്കും പറയാം, 3 നേരം നല്ല ഭക്ഷണം കിട്ടുന്ന വീട് പോലും കുറവായി, വളരെ കുറവായി. അങ്ങനെ അവസ്ഥ ഇല്ലായ്മയായിരുന്നു അല്ലെ. ശരിക്കും പറയാം, സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഒരു സ്ലേറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ജൂൺ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞത് സ്കൂൾ തുറക്കുന്നത് അല്ലെ. തലേന്ന് വൈകുന്നേരമായിരിക്കും നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? ആ സ്ലേറ്റ് ഓർക്കുന്നുണ്ടോ? എന്നോ നമുക്ക് മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയേ. ആ സ്ലേറ്റിന്റെ 4 വശമുണ്ടോ? ഫ്രെയിം, കടികള് ഫ്രെയിം, നടുക്ക് ഒരു ഗ്രാഫൈറ്റ് ഷീറ്റ്. ഈ സ്ലേറ്റ് കിട്ടുമ്പോഴുള്ള സന്തോഷം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് ലംബോർഗിനി കിട്ടിയ ഉണ്ടാവും ആ സന്തോഷം? ഇല്ല. ആ സ്ലേറ്റ് കിട്ടുന്ന രാത്രി നമ്മൾ ഉറങ്ങുന്നില്ല, ഉറങ്ങും ഇല്ല. കാരണം എന്താ അറിയോ? പിറ്റേന്ന് രാവിലെ എവിടെ കൊണ്ടുപോയി കാണിക്കണം? സ്കൂളിൽ കൊണ്ടുപോയി ഈ സ്ലേറ്റൊക്കെ കട്ടിലെടുത്ത് തലയുടെ അടുത്ത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? ഉറങ്ങാനായിട്ട് പോകുന്നത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഷർട്ട് എടുത്താൽ ഇടും. നമുക്കറിയാം, പണ്ട് സ്കൂളിൽ പോകുന്ന ഷർട്ടിന് എത്ര ബട്ടൺസ് കാണും? ഇടുന്ന ട്രൗസർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആരെ തങ്ങി നിൽക്കുന്നത് പരിശുദ്ധന്മാരുടെയൊക്കെ മധ്യസ്ഥമാണ് അല്ലേ? കാരണം ഇത് കൃത്യമായിട്ട്. എന്നിട്ട് രാവിലെ ജൂൺ മാസം 1-ാം തീയതി എന്ത് പെയ്യാൻ തുടങ്ങും? പെരുമഴ പെയ്യാൻ തുടങ്ങും. ഈ മഴയെ നനഞ്ഞ്, ഈ മഴയിൽ കുടയുണ്ടോ? ഇല്ല. സ്കൂൾ ബാഗുണ്ടോ? ഇല്ല. സ്ലേറ്റ് എവിടെ വെച്ചോണ്ടാ പോണേ? എവിടെ വെച്ചോണ്ടാ പോണേ? ആ കക്ഷത്ത് വെച്ചോണ്ടാ പോണേ അല്ലേ? സന്തോഷത്തിൽ ഓടിപ്പോന്ന അവിടെ വഴികളൊക്കെ വണ്ടി കിടക്കുന്ന വഴിയാ. സ്കൂളെത്താറാകുമ്പോഴേക്ക് എവിടെയെങ്കിലും ചരിഞ്ഞു വീഴും. ആദ്യം പൊട്ടുന്ന എന്താ? പൊട്ടുന്ന എന്താ? സ്ലേറ്റ്. നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്ട് ഏതാണ്? മലയാളം ഒന്നും അല്ല, നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചോ. കാരണം അറിയോ, ഈ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് എന്ത് പൊട്ടി? ഈ പൊട്ടിയ സ്ലേറ്റ് ഒപ്പിച്ചു വെക്കാറുള്ളത് എഞ്ചിനീയറിംഗ് അല്ലേ? മാക്സിമം നമ്മൾ നോക്കും. അന്ന് നമുക്കറിയാം പൊട്ടിയാൽ ഒപ്പിച്ചു വെക്കുന്നു. ഇന്നത്തെ പിള്ളേർക്ക് പൊട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിച്ചെറിയും. പൊട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിച്ചെറിയും. നമ്മളെ നോക്കിയ കുടുംബജീവിതത്തിൽ പോലും ഇന്ന് പണ്ടൊക്കെ ഇന്ന് ഇത്രയും കാലം എല്ലാം ഒപ്പിച്ച് ജീവിക്കുന്നത് ഒപ്പിച്ചു വെക്കാൻ അറിയുന്നുണ്ട് അല്ലെ? ഈ സ്ലേറ്റ് ഒപ്പിച്ചു വെക്കുന്നതൊക്കെ നമുക്ക് എന്ത് ഒപ്പിച്ചു വെക്കാൻ അറിയായിരുന്നു? ബന്ധങ്ങൾ ഒപ്പിച്ചു വെക്കാൻ അറിയായിരുന്നു. അതിന് പകരം നമ്മുടെ എവിടെ പകുതിയൊക്കെ ഒപ്പിച്ച് വെച്ച് സ്കൂളിൽ ചെന്ന് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ചോദിക്കുക, എന്താ പുതിയൊരു സ്ലേറ്റ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ തരും? ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ച ഇതേകാര്യം ഇറക്കി കിട്ടും. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ സ്കൂളിൽ പോയി പോകുന്നത് ഓണം കൊണ്ട് ഓണം പോലെ. ഇന്നലെ നമുക്ക് സ്ലേറ്റ് കച്ചത്ത് വെക്കണമായിരുന്നു. ഇതിപ്പോ സ്ലേറ്റിന്റെ പകുതിയുള്ളൂ. നമ്മളെന്താ ചെയ്യുന്നോ? ഇതിനിടയ്ക്ക് വെച്ച് സ്ഥലമില്ല, ഇതിനകത്തുള്ളൊക്കെ കഴിയും അല്ലെ? എന്നിട്ട് ഇത് മാറ്റിക്കൊണ്ട് എവിടെ പോകുന്നത്? സ്കൂളിൽ പോകുന്നത്. അപ്പം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള മനസ്സ് ആർക്കുണ്ടായിരുന്നു? നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇല്ലായ്മകളെ നമ്മുടെ പൂർവികർ അതിജീവിച്ച് എങ്ങനെയാണെന്നറിയാം?
ഒരു അയ്യവസ്ഥകാരൻ പറഞ്ഞ അനുഭവം, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു ഇതാണ്. അദ്ദേഹത്തിന്റെ അപ്പൻ ഈ 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ മരിച്ചു. ഇളയ 2 പിള്ളേരുണ്ട്, 3 പേരുണ്ട്. അവർ താമസിക്കുന്ന ഒരു 2.5 സെന്റ് വസ്തു, ഒരു ഓരപ്പര. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല. അപ്പം കൂലിപ്പണിക്ക് പോയാൽ ആ പിള്ളേരെ പഠിപ്പിക്കണം. അപ്പം ഈ അപ്പന്റെ ഡെഡ് ബോഡി അടക്കി വന്നിട്ട് ബന്ധുക്കളെല്ലാം പെരുകി പോയി. അവസാനം ഈ 3 കൊച്ചുങ്ങളെ പിടിച്ച് അടുത്തിരിക്കുന്നത് ഈ അമ്മയും കുഞ്ഞുങ്ങളെ ചേർത്ത് കെട്ടിപ്പിടിച്ച് അടുത്തിരുത്തി. അതിനുശേഷം മക്കളോട് പറയും, മക്കളെ നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ ചെലവ് തരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം, എന്റെ അഭിമാനം ആരുടെ മുന്നിൽ പോയി കൈനീട്ടാനല്ല. ഞാൻ അടുത്ത ഞായറാഴ്ച അപ്പന്റെ ഗോപ്രാർത്ഥന, അതിനുശേഷം തിങ്കളാഴ്ച പോലെ ഞാൻ കൂലിപ്പണിക്ക് തൊട്ടടുത്ത വീടുകളിൽ ഒരു 3 വീടുകളിൽ ഈ മക്കളെ രാവിലെ ഒരു സ്കൂളിൽ വെട്ടിയതിനു ശേഷം ഇവർ കൂലിപ്പണിക്ക് പോകും. വൈകുന്നേരം തിരിച്ചു വരും. കിട്ടുന്ന തുച്ഛമായ വരുമാനം കണ്ട ഈ മക്കളെ വിളിച്ചെടുത്തിട്ട് അമ്മ പറഞ്ഞതെന്നറിയോ, മക്കളെ നിങ്ങൾ 2 കാര്യം ചെയ്താൽ മതി. 1 പ്രാർത്ഥിക്കണം, 2 പഠിക്കണം. ഇതാണ് അമ്മ പറഞ്ഞത്. മനുഷ്യൻ പറയാ, അദ്ദേഹം ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിക്കാൻ പഠിക്കണം 3 പേര്. അവസാനം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഡിഗ്രിയാണ് സ്കൂളല്ല കോളേജിലാണ് പോകുന്നത്. പോകാൻ നേരം ഈ 8ാം ക്ലാസ് മുതൽ ഉടുക്കുന്ന 2-3 സത്യം പറയാ 8ാം ക്ലാസ് മുതൽ ഈ മുണ്ട് ഉടുത്താൽ 11ാം ക്ലാസ് എത്തുമ്പോൾ എങ്ങനെ ഇരിക്കാം മുണ്ടിന്റെ അവസ്ഥ? തേഞ്ഞ് ഒരു പരുവമായ 2 ഷർട്ടുണ്ട്. ഈ കോളേജിൽ ചെല്ലുമ്പോ ഓരോ ദിവസവും പിള്ളേരെ പുതിയ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഈ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഒരു പുതിയ മുണ്ട് പുതിയ ഷർട്ട് വാങ്ങിച്ചത്. അമ്മ കൈമാറത്തി. മോനെ ഒക്കത്തില്ല, അമ്മയ്ക്ക് ആ വരുമാനമേ ഉള്ളൂ. അപ്പം എന്നിട്ട് ആ അമ്മ പറഞ്ഞ മറുപടി ഉണ്ട്, നിന്റെ അമ്മ ദരിദ്രയാണ്, പക്ഷെ നിന്റെ അമ്മ വിളിക്കുന്ന കർത്താവുണ്ടല്ലോ അവൻ മഹാസമ്പന്നനാണ്. നീ ഒരു കാര്യം ചെയ്തേ ആ കൊച്ചുപരികളൊക്കെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുപ്പായുണ്ട്, പൊടിയാറായ അത് വിരിച്ചിട്ട് കൊടുക്കുന്നു. മുട്ടുകുത്തി ചോദിച്ചോടെ പറഞ്ഞു, ആരോടാ? സമ്പന്നനായ ദൈവത്തോട്. ഈ മനുഷ്യൻ പറയാണ്, എന്റെ അച്ഛ വെടുക്കിരി 2 വർഷം മൊത്തം എന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? എനിക്കൊരു മുണ്ടും ശക്തരനാണ്. കോഴ്സ് കഴിയുന്നവരെയും എനിക്ക് കിട്ടിയില്ല, മുണ്ട് കിട്ടിയില്ല, ശക്തി കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന വർത്തമാനം ഇതാണ്, അച്ഛ പ്രാർത്ഥന മറന്നാലും പ്രാർത്ഥിച്ചവൻ മറന്നാലും പ്രാർത്ഥന മറക്കാത്ത ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചവൻ മറന്നാലും പ്രാർത്ഥന മറക്കാത്ത ഒരു ദൈവമുണ്ട്. ആ എലിസബത്ത് സക്കറിയാവ് എത്ര കൊല്ലം പ്രാർത്ഥിച്ചു? കൊച്ചിനെ വേണമെന്നും പ്രാർത്ഥിച്ചവരും പോലും മറന്നുപോയി. പ്രാർത്ഥിച്ചവൻ മറന്നാലും പ്രാർത്ഥന കേൾക്കുന്നവർ എന്ത് ചെയ്യുന്നില്ല, മറക്കത്തില്ല. ഈ മനുഷ്യൻ പറയുക, അച്ഛാ ഞാൻ ഇനി സിവിൽ സർവീസിന് IAS ഒക്കെ കിട്ടി, നോക്കിക്കേ കൊട്ടാര സമാനമായ വീടുണ്ട്, വണ്ടി ഏത് വേണം എടുത്തോണ്ട് പോകുക, ഓടിക്കാൻ ഡ്രൈവേഴ്സ് ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതൊന്നും എന്നെ എടുക്കല്ല. അന്ന് ഇല്ലായ്മ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ പാവിച്ചു തന്ന അമ്മ കാണിച്ചു തന്ന വഴിയാണ് എന്റെ ഈ വളർച്ചയുടെ വഴി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാണോ നമ്മുടെ വീടിനെ നടക്കുന്ന ഈ പ്രാർത്ഥനമായ ചുരുട്ടി മണ്ടയ്ക്ക് വെച്ചത്, അന്ന് തുടങ്ങിയ അസ്വസ്ഥത ആലോചിച്ചു. ഒരുപക്ഷെ അന്ന് പഴയ കാലത്ത് ഈ ഹരിപ്പാട്ട് നിന്ന് ഈ തലവടിക്കോ അല്ലെങ്കിൽ ഇടത്തുവയിലേക്കോ പോകുന്ന വഴിക്ക് നിങ്ങൾ കേട്ട സന്ധ്യയാകുമ്പോ എല്ലാ വീട്ടിലും നമസ്കാരവും പ്രാർത്ഥനയും. ഇന്നും എന്ത് ശബ്ദമാണ് കേൾക്കുന്നത്? എന്ന് പ്രാർത്ഥനയുടെ പായ ചുരുട്ടി വെച്ചോ, അന്ന് നമ്മുടെ മക്കൾക്ക് ജീവിതത്തെ നേരിടാറിയത്തില്ല. ഇന്നത്തെ കുഴപ്പമെന്നറിയോ? ഇല്ലായ്മയല്ല, പിന്നെ എന്താണെന്നറിയോ? സമൃദ്ധിയാണ്. അല്ലെ, ഒന്ന് ചോദിച്ചാൽ എത്ര വാങ്ങിച്ചു കൊടുക്കും? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, എത്ര ഡ്രസ് ഇരിപ്പുണ്ട് പിള്ളേർക്ക്? ഉണ്ടോ? ഉണ്ട്. 2 നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് എത്ര ഡ്രസ് ഉണ്ട്? ഇപ്പോൾ വീട്ടിൽ അലമാരിയെല്ലാം എന്തിരിക്കുക നിറഞ്ഞിരിക്കുക. ഈ പല വീട്ടിലും സ്ത്രീകളൊക്കെ പള്ളി വരെ താമസിക്കുന്ന എന്താണെന്നറിയാമോ? അത് ഏതൊരു രാവിലെ നോക്കുമ്പോ എന്താണെന്നറിയോ? ചോപ്പ് കാണും, പാൻറ് കാണത്തില്ല, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊട്ടിക്കണം? ബാർകോഡ് ഒട്ടിക്കണം. ഇതുപോലെ ഈ ബാർകോഡ് അടിച്ച് കണ്ടുപിടിച്ചെങ്കിലേ ഒക്കെ. കാരണം ഇവർക്ക് തന്നെ അറിയത്തില്ല എത്ര ഡ്രസ് ഉണ്ടെന്ന്. എന്താ പഴയ കാലത്ത് അമ്മച്ചുമാരോ നോക്കിക്കേ, ഒരു കാൽപ്പട്ടിയാണ്. കാൽപ്പട്ടി എന്ന് പറയുന്ന സാധനം അറിയോ? 4 പാടുള്ള തടി വെച്ചുള്ള ഒരു സാധനം. ആ പെട്ടിക്കകത്ത് അമ്മച്ചി എന്തൊക്കെയാ വെച്ചേക്കുന്നത്? എന്തൊക്കെ? ഒരു 4 ചട്ട, 4 പച്ചക്കറി, ഒരു 4 നേരിയ കൊത്തുള്ള ബ്രോച്ച്, പിന്നെ ഒരു കുഞ്ഞ് കൈലേസ്, അതിനകത്ത് ഒരു ഇത്തിരി പൈസ, അല്ലെ? ഇത്രയുമായിരുന്നു എന്തിനകത്തുണ്ടായിരുന്നത്. പക്ഷെ അവർ എത്ര സ്വസ്ഥമല്ല ജീവിച്ചത്. ഇന്ന് നമ്മൾ ആലോചിച്ചു, ആ അമ്മച്ചിമാർ ചട്ടയെ കൊണ്ടുകൊണ്ട് രാവിലെ എവിടെ വരുമായിരുന്നു? ഇനി രാവിലെ കുട്ടി ഇന്ന് കണ്ടുപിടിക്കുക എന്താ
വലിച്ചു വായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ടോപ്പ് കണ്ടു. ഇന്ന് കണ്ടില്ല, പാല് കാണാൻ വേണ്ടി അരമണിക്കൂർ. അപ്പോഴത്തേക്ക് ഇവിടെ കുർബാൻ പരിശോധിച്ച് അവസാനം ഈ പാൻറ് പോയി കണ്ടുപിടിച്ച് ഇട്ടുപെടുന്നത് എങ്ങോട്ട് കേട്ടോ, വിയർത്തൊലിച്ച് എവിടേക്ക് വരും, ഉള്ളിലേക്ക് വരും. ശരിക്കും ആലോചിച്ചൊക്കെ ഇന്ന് നമുക്ക് സമൃദ്ധിയാവുന്നേ ആണോ? ആണ്. എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ ഇയാൾക്ക് വേണ്ടി നമുക്ക് സംവാദം അറിയാം. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെക്കൻ, അപ്പം ഗൾഫില, അമ്മ ഒരു സ്കൂൾ അധ്യാപികയാണ്, 2 പിള്ളേരുണ്ട്, ഒരു മോള് മൂന്നതാണ്, ഇടത് ചെക്കന, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വൈകുന്നേരം 10 മണിക്ക് ടീം കണ്ടുകൊണ്ടിരിക്കുക. ഇവന് 9ാം ക്ലാസ്സിലാണ്, ലൈസൻസ് എടുക്കുന്ന പ്രായമായില്ല. 2 ബൈക്ക്, 2 കാറ്, 4 ലാപ്ടോപ്പ്, 3 മൊബൈല് എല്ലാം ഉണ്ട്. 10ലേക്ക് അമ്മ എന്ന് പറഞ്ഞു, മോനെ ടി വി ഓഫ് ചെയ്ത് പോയി ഉറങ്ങിയാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ടി വി ഓഫ് ചെയ്ത് പോയി കട കുറച്ചൊക്കെ രാവിലെ 7 മണിയാകുമ്പോൾ തുറക്കുന്നില്ല. അമ്മ എന്ന് പറഞ്ഞു രക്ഷയില്ല. 1000 കുട്ടികളെ വിളിച്ചു. ചവിട്ടി നോക്കുന്നുണ്ടല്ലോ, 9ാം ക്ലാസ്സുകാരൊക്കെ മുന്നിരിക്കുന്നത്. പേപ്പറിനകത്ത് ഒറ്റ വാല് കഴിഞ്ഞ് വെച്ചു കൊടുത്തു. എന്താ എഴുതി വെച്ചേക്കുന്നു നോക്കിയോ, എനിക്ക് ജീവിതം മടുത്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന് എന്ത് മടുത്തു? ജീവിതം മടുത്തു. സത്യമായി ഇപ്പോഴും നമുക്ക് ജീവിതം മടുത്തു ഉണ്ടോ? ഇല്ല അല്ലേ? ഇപ്പോഴും നമ്മൾ തെങ്ങുകൊണ്ട് വെച്ചേക്കും അല്ലേ? ഇതൊക്കെ കാണിച്ചിട്ട് വേണം നമുക്കൊന്ന് പോകാൻ. അപ്പൊ എത്രമാത്രം ആഗ്രഹം, എത്രമാത്രം പുതിയ നമുക്ക് ജീവിക്കാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ പറയാണ്, എനിക്ക് ജീവിതം മടുത്തു. എന്താ കാര്യം അറിയാമോ? ഈ സമൃദ്ധി കുത്തി നിറച്ചങ്ങോട്ട് കൊടുക്കും, കൊടുത്ത് അവന് ജീവിതം തന്നെ മടുത്തു. അവന് കൊടുക്കേണ്ടത് കൊടുത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വീട്ടിനകത്ത് മടക്കി വെച്ചേക്കുന്ന പായ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുന്ന പായ, രാവിലെ വൈകുന്നേരം എടുത്ത് വിരിച്ചോണം. അപ്പനും അമ്മയും പ്രാർത്ഥിച്ചിട്ട് മതി ബാക്കി കാര്യം. എന്റെ കഥ കുടുംബം പറയും, അച്ഛാ മോൻ അമേരിക്ക, മോള് ലണ്ടനില്ല, ഞങ്ങൾ 2 പേരും ഹരിപ്പാട്ട, എപ്പോഴാ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറയും, കൊല്ലം പള്ളി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഫാമിലി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. മോൻ അമേരിക്ക, മോള് ലണ്ടനില്ല, അപ്പനും അമ്മയും നാട്ടില്. എന്താ ചെയ്യുന്നറിയോ? മക്കളടുത്തോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഫ്രീ ആകുന്ന സമയമുണ്ട്, പറയാം രാത്രി 12 മണി. എപ്പോഴാണ് ചെയ്യുന്നതറിയോ? അവരെല്ലാം വെച്ചിട്ട് രാത്രി 12 മണി കഴിഞ്ഞു എന്നിട്ട് ആ മക്കൾ വരും, മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് അവർ 4 പേരോട് ഇരിക്കുക. ഒരാള് അവർ 4 പേരോട് ഒരുമിച്ച് പാട്ട് പാടും, വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും. ആ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന മക്കൾ പങ്കെടുക്കും. അതിനുശേഷം 10 മിനിറ്റ് അവിടെ നിർത്താൻ പറയും. എന്നിട്ട് അവരവരെ വഴിക്ക് പോയി സുഖമായിട്ട് ഉറങ്ങും. ഇപ്പോഴും കുടുംബ പ്രാർത്ഥന മുടങ്ങാത്ത വീടുകൾ. ഈ സാധനം തന്നേക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? കുടുംബ പ്രാർത്ഥന നടത്താൻ കൂടി കേട്ടോ. ഈ സാധനം തന്നേക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് ടെക്നോളജി അതിനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. മക്കളൊക്കെ ഹോസ്റ്റലുണ്ടെങ്കിൽ പറയണം, സമയത്ത് ഒരുമിച്ച് വരാൻ പറയണം, ഒരുമിച്ച് പ്രാർത്ഥിക്കും. മക്കളൊക്കെ പ്രാർത്ഥന മക്കളെ കണ്ണുനീര് മക്കൾ കേൾക്കണം. അങ്ങനെ വേണം വളരാനായിട്ട്. അതുകൊണ്ട് ഓർക്കുക, ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ 1 ഭക്തി വേണം, 2 എന്താ വേണമെന്നറിയോ? എന്താ? സ്നേഹമാണ് അല്ലേ? സ്നേഹമാണ്. സ്നേഹം എന്നൊരു വാക്കുണ്ടായിരുന്നറിയോ? സ്നേഹം എന്ന് പറയുന്ന സ്നേഹം കേട്ടോ. സ്നേഹം എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട് കേട്ടോ. ഓയിൽ അഥവാ എണ്ണ എണ്ണ. സ്നേഹത്തിന് അർത്ഥമുണ്ട്. എന്താ? എണ്ണ. എണ്ണ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാ? എവിടെ? പാചകത്തിന്. എവിടെ ഉപയോഗിക്കുന്നത്? അടുക്കള അല്ലേ? ഇങ്ങനെ പാചകത്തിന് എണ്ണ ഉപയോഗിക്കുന്നത് നിങ്ങള് രുചി കൂടാൻ. കൊച്ചുകൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കാൻ വേണ്ടിയാണ്. അവൻ രുചി കൂടാൻ വേണ്ടി. എന്തിനാണ് രുചി കൂടാൻ? അപ്പൊ അടുക്കളയിൽ എണ്ണ എന്ന് പറയുന്ന പ്രതീകം എന്തിന്റെ പ്രതീകമാണ്? രുചിയുടെ പ്രതീകമാണ്. ഈ എണ്ണ നമുക്കറിയാം. വിളക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തുപയോഗിക്കും? എന്നെ വിളക്ക് ഉപയോഗിക്കുന്നത് ആ പ്രകാശം ഉണ്ടാകാൻ, വെളിച്ചവും തെളിച്ചവും ഉണ്ടാകാൻ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ വരുന്നത് അല്ലെ? വെളിച്ചം തരുന്ന എണ്ണ. പഴയ കാലത്ത് എന്താ വിളക്കിൽ ഒഴിക്കുന്നത്? വെളിച്ചെണ്ണ. ഇപ്പോഴാണ് ഈ അല്ലാത്ത എണ്ണയൊക്കെ പള്ളിയിലൊക്കെ എന്തുമാത്രം വെളിച്ചെണ്ണയാണ് കൊണ്ടിരുന്നത്. പള്ളിയിലെ പഴയ പള്ളികളിൽ അല്ലെ? ഇപ്പൊ വെളിച്ചെണ്ണ വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ അവിടെ വരാറുണ്ട് അല്ലെ? ശരിയാ. അതുകൊണ്ടാണ് വെളിച്ചം തരുന്ന എണ്ണയാണ് ഏത്? വെളിച്ചെണ്ണ. ഇനി നമുക്കറിയാം നമ്മുടെ വേണ്ടിയാ ഫ്രിക്ഷൻ കുറയ്ക്കാൻ
ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലുണ്ട്, എന്തിനു വേണ്ടിയാ? വണ്ടി ഓടാൻ വേണ്ടി. പിന്നെ എന്താ വിളിക്കുന്നത്? ഇപ്പോഴും പറയേണ്ട സാധനം പറഞ്ഞിട്ടുണ്ട്. എവിടെ? ആ തലയില്. തലയിൽ എന്താ ഇതിനു വേണ്ടി? മുടി വളരാനോ? കൊള്ളാം. ഇത് രാത്രിയുടെ മത്സ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മുടെ ശരീരത്തെ ഏറ്റവും അധികം ചൂടാകുന്ന അവയവം ഏതാണെന്നറിയോ? ഏതാ? തലയാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രിയിലാണെങ്കിൽ അവർ എപ്പോഴും തണുപ്പാണ് അല്ലെ? അവിടെ പുറത്ത് തണുപ്പാണ്, അകത്ത് ഏകദേശം. അതേസമയത്ത് നമ്മളെ പോലുള്ള ഉഷ്ണമേഖല രാജ്യങ്ങളില് പുറത്തും ചൂട് കൂടുതലാണ്, നമ്മുടെ ഉള്ളിൽ കൂടുതലാ ചൂട്. അപ്പൊ ഏറ്റവും അധികം ചൂടാകുന്ന അവയവം ഏതാ? തലയാണ്. അതുകൊണ്ടാണ് തലവേദന വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. തലവേദന വരാത്ത ഒരു മനുഷ്യൻ പോലും കാണുന്നില്ല. അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങളിൽ, ഉഷ്ണമേഖല രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ തലയിൽ എന്ത് വരട്ടും? എണ്ണ വരട്ടും. എന്നാൽ ഇന്ന് എണ്ണ വരട്ടും ഇല്ല. അതുകൊണ്ടാണ് പുതിയ പഠനം പറയുന്നത്, കേരളത്തിൽ, ഇന്ത്യയിൽ മാനസിക രോഗികളുടെ എണ്ണം എടുക്കുമ്പോൾ 140 പേർക്ക് എന്തിന്റെ അസുഖം? എന്തിന്റെ അസുഖം? മാനസിക അസുഖം. എന്താ ഇതിന്റെ കാരണം അറിയോ? ഒരു കാരണം തലയിൽ എന്ത് വരട്ടാത്തുള്ള എണ്ണ. ഈ ഭ്രാന്ത് പിടിച്ചിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ ചെയ്ത് എന്താണെന്നറിയോ? എന്താ ചെയ്യും? തളം വെക്കും. എന്ത് ഈ തളം വെക്കും എന്ന് പറഞ്ഞാൽ 45 വയസ്സെങ്കിലും ഉള്ളെങ്കിൽ 45 കൊല്ലം ഇവ പറക്കേണ്ട എണ്ണ മുഴുവൻ ഒറ്റ മാസം കൊണ്ട് എങ്ങോട്ടൊഴിക്കും? ഈ ഒരു മാസം തലയിൽ എണ്ണ ഒഴിച്ച് ഇന്നോടി ഇവരെന്ത് കിട്ടി? വെളുവായി, തെളിവുമായി. അപ്പൊ തല എണ്ണ വെക്കുന്നത് എന്തിനു വേണ്ടിയാ? വെളുവിനും തെളിവിനും വേണ്ടിയാണ് എന്ത് പുരട്ടുന്നത്? എണ്ണ പുരട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അടുക്കളയിൽ എല്ലാം രുചിയുടെ അടയാളമാണെങ്കിൽ ജീവിതത്തിൽ സ്നേഹം രുചിയുടെ അടയാളമാണ്. വിളക്കിനെല്ലാം വെളിച്ചത്തിന്റെ പ്രതീകമാണെങ്കിൽ ജീവിതത്തിൽ സ്നേഹം വെളിച്ചത്തിന്റെ വെളിച്ചവും തെളിച്ചമുള്ള ജീവിതത്തിന്റെ അടയാളമാണ്. മൂന്നാമത് നമുക്കറിയാം, എവിടെ എണ്ണ ഒഴിക്കുന്ന പറഞ്ഞു? യന്ത്രങ്ങളിൽ. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി. കുടുംബജീവിതത്തിൽ ഫ്രിക്ഷൻ ഉണ്ടാവോ? ഉണ്ടാവോ? നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ? ചട്ടി കലാകുമ്പോ തട്ടി മുട്ടി കടക്കും അല്ലെ? അപ്പൊ കെട്ടിയിട്ട് എത്ര കൊല്ലായി? 30 കൊല്ലം. 30 കൊല്ലമായിട്ട് തട്ടി മുട്ടിയില്ലേ കിടക്കുന്നത്? ആണ്. പൊട്ടിയോ? ഇല്ല. തട്ടിയിട്ടും മുട്ടിയിട്ടും പൊട്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? സ്നേഹം എന്ന് പറയുന്ന ലൂബ്രിക്കന്റ് ഉള്ളതുകൊണ്ട് അല്ലെ? എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ ആലോചിച്ച് നോക്കിക്കേ, കെട്ടുന്നതിനെക്കാട്ടി മുമ്പേ തട്ടുന്നതിനെക്കാട്ടി മുമ്പേ പൊട്ടും. കെട്ടുന്നതിനെക്കാട്ടി മുമ്പേ തട്ടും, തട്ടുന്നതിനെക്കാട്ടി മുമ്പേ പൊട്ടും. കാരണം എന്താ? സ്നേഹമില്ല. സ്നേഹം ഉള്ളത് കൊണ്ടാണ് 10, 40, 60 വർഷമായിട്ടും എന്തെല്ലാം പറഞ്ഞിട്ടു അല്ലെ? എന്തോ കലക്കിന് പുറത്താവുന്നത്. സത്യം പറഞ്ഞ ഈ കൊണ്ടുവന്ന ഒരു ചായ കുടിച്ചതിന്റെ പുറത്തല്ലേ കെട്ടിക്കൊണ്ടുവന്നു? ആണോ? പഴയ കാലത്ത് അത് അടിച്ചോണ്ട് വരുന്നത് അല്ലെ? അപ്പൊ പോയി കണ്ടു, എന്ത് തന്നു? ചായ തന്നു. ആ ചായ തന്നതിന്റെ ബലത്തിലാണ് ആരെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഒരു ചായ കുടിച്ചതിന്റെ കുഴപ്പം ഇത്രയാവും. അന്ന് ഇന്നിച്ചത് ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ, നമ്മള് ഓർത്തിരിക്കണം, അങ്ങനെ കണ്ടവര് വേറെ മുൻപരിചയങ്ങളൊന്നുമില്ല. അല്ലെ കാരണവന്മാർ ചൂണ്ടിക്കാണിച്ചു, എടി കൊച്ചെ ഈ ചെക്കൻ നല്ലതാണ്, ഓക്കെ അപ്പ അന്ന് വന്ന് പഴയക്കാട്ട് വന്ന കരുതൽ വേണ്ടി കൊടുത്തതാ. കുഴപ്പമില്ല ജീവിക്കുന്നതിന് കാരണം എന്താ അറിയോ? എന്തിച്ചതുകൊണ്ടാ? സ്നേഹമുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതൊക്കെ എന്റെ കുട്ടി പോയനേമായിരുന്നു. ഇനി നമുക്കറിയാം, ബൈക്കിനകത്ത് തന്നെ ഓടിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഓടാൻ വേണ്ടിയാ. നമുക്കറിയാം 10-60 വർഷമായിട്ടും ഈ വണ്ടി നല്ല മൈലേജിന് ഓടുവാണ്. എന്നാൽ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ നടത്തിയവരെ തന്നെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും, കർത്താവേ ഇത് എത്ര കാലം. ചെറുക്കനും പെണ്ണൊക്കെ ഇത് പള്ളി വരുന്ന കണ്ടിട്ടുണ്ട്. എങ്ങനെ വരുന്നത്? ഇപ്പൊ പഴയ കാലത്തൊക്കെ പോയിട്ടു കാളവണ്ടിക്കകത്തല്ലേ ആര് വരുന്നത്? ചെറുക്കനും പെണ്ണും വരുന്നത് അല്ലെ? ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോകുന്നൊരു പോക്കുണ്ട്. ഇവിടാന്നറിയോ? ഒരു ചോദ്യത്തിൽ ജീവിതത്തിൽ ഇന്നു വരെ സ്റ്റേജിൽ കയറാത്ത അല്ലെ? സ്റ്റേജിൽ കയറാത്ത പെണ്ണ് ഡാൻസ് ചെയ്യുന്നു, ചെറുക്കൻ ഡാൻസ് ചെയ്യുന്നു, ചെറുക്കന്റെ തത്ത ഡാൻസ് ചെയ്യുന്നു, ചെറുക്കന്റെ അമ്മ ഡാൻസ് ചെയ്യുന്നു, പെണ്ണിന്റെ അമ്മ ഡാൻസ് ചെയ്യുന്നു, പെണ്ണിന്റെ അമ്മ ഡാൻസ് ചെയ്യുന്നു, ചെറുക്കന്റെ വല്ലപ്പോഴും വല്ലപ്പോഴും ഡാൻസ് ചെയ്യുന്നു,
പെണ്ണിന്റെ വല്യപ്പൻ സ്റ്റെപ്പ് പഠിക്കുക. ഇപ്പൊ കല്യാണത്തിന് 1 മാസം എന്ത് പഠിക്കാണ്? സ്റ്റെപ്പ്. ഈ അടുത്ത സമയത്ത് കല്യാണത്തിന് സ്റ്റേജിൽ കയറി ഒരു വല്യമ്മ ഇപ്പോഴും പൊങ്ങിയിട്ടില്ല കേട്ടോ. കല്യാണത്തിന് ഡൈവോഴ്സ് നോട്ടീസ് വല്യമ്മ കിടക്കാം, ഡാൻസ് ചെയ്യുന്നത് നടുമിന്നെ കിടക്കാം. അവിടെ ദൈവം ഈ കോപ്രായങ്ങളൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓർത്തിരിക്കണം, നിന്റെ ജീവിതത്തിൽ സ്നേഹമെന്ന് പറയുമോ ഇല്ലെങ്കിൽ മൈലേജ് കിട്ടത്തില്ല. അതുകൊണ്ട് ഡാൻസിന്റെ വേദന മാറുന്നതിന് മുമ്പ് ഡൈവോഴ്സ് ലെറ്റർ വീട്ടിൽ വരും. ഈ അവസ്ഥയാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം മുമ്പോട്ട് പോകണോ? എന്തു വേണം? സ്നേഹം വേണം. ഇനി വെളിവും തെളിവും തലയിൽ എന്നെ പറഞ്ഞു. കുടുംബജീവിതത്തിൽ വെളിവും തെളിവും വേണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം വേണം. സ്നേഹം വെളിവും. ഇന്നത്തെ കല്യാണം ഓർത്തിരിക്കണം. എന്തൊരു ദേഷ്യം അറിയോ? ഈ അച്ചായന്മാരെ ദേഷ്യം ഇരിക്കുന്ന ഇവിടെ മൂക്കിന്റെ അറ്റത്തോ. ഞാൻ ഇവരുടെയൊക്കെ മുക്കിനടുത്ത് ദേഷ്യം കാണുന്നില്ലല്ലോ. അതെ, ഇതിനപ്പുറത്ത് വേറെ രാജ്യമൊന്നുമില്ല. ഈ ദേഷ്യം വന്നിരിക്കുന്ന എവിടെ? മൂക്കിന്റെ അറ്റത്താണ്. ആന്റിയുടെ ദേഷ്യം ഇരിക്കുന്ന എവിടെ? തിളയ്ക്കും എണ്ണ ചാടായിരിക്കുന്ന കണ്ണിന്റെ കൂട്ടം അല്ലേ? കാരണം എപ്പോ വേണമെങ്കിലും ഇവരുടെ രണ്ടുപേരുടെ പോക്ക് നമുക്ക് ക്ഷമിക്കാം. ഇപ്പോഴത്തെ ഈ LKG UKG പഠിക്കുന്ന പിള്ളേരുടെ ദേഷ്യം പഠിക്കുന്നു ഉണ്ടോ? നമ്മളൊക്കെ അപ്പന്റെ അമ്മയുടെ പുറകെ പുറവരസ്ഥാനം ഒപ്പിടാൻ നടക്കുന്നത് അല്ലേ? ഇന്നും മക്കളെ പറഞ്ഞ ഒപ്പിടണമെന്ന് ചോദിച്ചുകൊണ്ട് അത് നടക്ക. അപ്പനും അമ്മ ഇടപെടി നടക്ക. മക്കളെ പുറകെ കളിക്കാലാണ്. എന്തൊരു ദേഷ്യമെന്നറിയോ? ഏണ്ട സമയത്ത് IT ദമ്പതികൾ കല്യാണം കഴിഞ്ഞിട്ട് 11 മാസം ഞങ്ങളുടെ ചേർന്ന് 13 മൊബൈലാണ് കൈ പിടിച്ചത്. ദേഷ്യവരുടെ കൈയിങ്ങനെ സാധനം വലിച്ചത്. 13 മൊബൈൽ 11 മാസം കൊണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ പോക്ക് എവിടെയാ പോകുന്നത്? ഓർത്തോ, വീട് പണിയുന്നത് ഭക്തി വേണം, സ്നേഹം വേണം. ഇത് രണ്ടും കൊണ്ട് മാത്രമേ എന്ത് പണിയാൻ പറ്റത്തുള്ളൂ? വീട് പണിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചിന്ത അതാണ്. 2, വീട് പണിയുടെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വിവേകം കൊണ്ട് വേണം വീട് പണിയാൻ. എന്തുകൊണ്ടാണ് വീട് പണിയേണ്ടത്? വിവേകം അല്ലേ? എന്താ വിവേകം എന്ന് പറഞ്ഞു? സദൃശവാക്യം 19:14 വായിച്ചേ. സദൃശവാക്യം 19:14 വായിച്ചേ. ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. ബുദ്ധിയുള്ള ഭാര്യ. ഞാൻ പറയും, നല്ല ട്രാൻസ്ലേഷന്റെ ബുദ്ധിക്ക് പകരം ഉപയോഗിച്ചിരുന്നത് എന്തറിയോ? വിവേകം. എന്താണ് ബുദ്ധി വിവേകം തമ്മിലുള്ള വ്യത്യാസം? ബുദ്ധി വിവേകം തമ്മിലുള്ള വ്യത്യാസം എന്തോ? ബുദ്ധിയിൽ ദൈവം വസിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിവേകം. ഹിതന്റെ ബുദ്ധിയുണ്ട്, ശരിക്കും മുസോളിനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, വിവേകം. എന്നാൽ ബുദ്ധിയിൽ ആര് വസിക്കണം? ദൈവം വസിക്കണം. കുടുംബജീവനത്തിൽ വിവേകം വേണ്ടതെന്ന് അറിയാമോ? ഞാൻ പറയും, ഈ ലോകത്തെ ഏറ്റവും വലിയ അനുകൂലം കുടുംബമാണ്. താജ്മഹലിനേക്കാൾ, ചൈനയിലെ വൻമതിലിനേക്കാൾ, ഈഫൽ ടവറിനേക്കാൾ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കുടുംബം. ഇതിന്റെ കാരണം എന്താ? ചെറുക്കന്റെ അപ്പനും അമ്മയും വേറെ, പെണ്ണിന്റെ അപ്പനും അമ്മയും വേറെ. ചെറുക്കന്റെ ദേശം വേറെ, പെണ്ണിന്റെ ദേശം വേറെ. ചെറുക്കന്റെ ഡിഗ്രി വേറെ, പെണ്ണിന്റെ ഡിഗ്രി വേറെ. ചെറുക്കന്റെ പക്ഷം താല്പര്യം വേറെ, പെണ്ണിന്റെ പക്ഷം താല്പര്യം വേറെ. ചെറുക്കന്റെ നിലപാട് വേറെ, പെണ്ണിന്റെ നിലപാട് വേറെ. ഇത്രയൊക്കെ വ്യത്യാസമുള്ള രണ്ടെണ്ണം ഒരു മണിക്കൂറത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ പോകുന്ന പോക്ക് കാണണം. എങ്ങനെ ഇത് ഒന്നിക്കുന്നത്? എങ്ങനെ ഒന്നിക്കുന്നത് ആലോചിക്കുന്നുണ്ടോ? അത് ആലോചിക്കുന്നില്ലേ? കർത്താവിന്റെ ശിഷ്യന്മാരെ ഒന്നും കേട്ടോ. കർത്താവിന് എത്ര ശിഷ്യന്മാരുള്ളതാ? എത്ര ശിഷ്യന്മാരാ? 12 അല്ലേ? അതിനകത്ത് കാള വെട്ടുന്ന കേട്ട കണ്ണെടുക്കുക. ഇനി പശു വെട്ടത് കേട്ട ഗ്രാമത്തെയും അകിടും പാലും കറവക്കാരനെ കണ്ട വിശ്വസിക്കുന്ന ആരാ? നമ്മുടെ സ്വന്തം ആരാ? തോമാസ് അല്ലേ? ഇനി കൂട്ടത്തിൽ 70 ശീലമാണ്. അദ്ദേഹം കർത്താവിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും, റോമക്കാർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. ചുങ്കക്കാരൻ മാത്രമായി കർത്താവിന്റെ കൂടെ നിൽക്കും, റോമക്കാർക്ക് ഫേവറായിട്ട് നിൽക്കും. അപ്പൊ ഒരുത്തർ റോമക്കാർക്കെതിരെ, ഒരുത്തർ റോമക്കാർക്ക് ഫേവർ. ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം കൂടെ എങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്ന് ഇത്തരം അയച്ചില്ല കിട്ടും. ഈ കാളവെട്ടുന്ന ഘട്ടക്കാരെടുക്കുന്ന
പശു പറ്റുന്നത് കഴിഞ്ഞ ക്രാഫ്റ്റിയാകുന്നു അറവക്കാരനെ വിശ്വസിക്കുന്ന തോമാച്ചനുണ്ട്. പിന്നെ കൂടെ നിന്നിട്ട് പ്രവർത്തിക്കുന്ന ശീമോനുണ്ട്, അപ്പുറത്ത് പ്രവർത്തിക്കുന്ന മത്തായി. ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് കൊണ്ട് ഭാര്യയും ഭർത്താവ് ഒരു വീട്ടിൽ ഒരുമിച്ച് കൊണ്ട് ഞാൻ പറയുന്നു, ഈ 12 പേർക്ക് നടുവിൽ ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു അത്? കർത്താവുണ്ടായിരുന്നു. നിന്റെ വീട്ടിൽ വ്യത്യസ്തത ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണം. ഉണ്ടാകുമ്പോൾ അതിന്റെ നടുക്ക് ആര് വേണം? ആര് വേണം? യേശു വേണം. കാരണം നമ്മൾ ഓരോ വ്യക്തിത്വങ്ങളാണ്, ഓരോ നിലപാടുകളാണ്. പക്ഷെ ആ വ്യത്യസ്തതകൾ ഒരുമിച്ച് പോകണമെങ്കിൽ നടുവിൽ ആര് വേണം? യേശു വേണം. സ്ത്രീയും പുരുഷനും വ്യത്യസ്തതകളുടെ ഒരു മഹാപ്രപഞ്ചം തന്നെയാണ് കേട്ടോ. നരവംശാസ്ത്രജ്ഞരെ അത് പറയുന്നുണ്ട്. നരവംശാസ്ത്രജ്ഞരെ അത് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നരവംശാസ്ത്രത്തില് പുരുഷനെ ഉപമിക്കുന്ന ഒരു പക്ഷിയോടാണ്. ഏത് പക്ഷിയോടെന്ന് അറിയാമോ? പരുന്തിനും. അതിന്റെ കാരണം പുരുഷന്റെ ആദ്യത്തെ ജോലി എന്തായിരുന്നു അറിയാമോ? ഹണ്ടിങ് ആയിരുന്നു. അമ്പും വില്ലുമായിട്ട്. ഈ അമ്പും വില്ലും ഉപയോഗിക്കുന്നത് നോട്ട് അങ്ങനെയായിരുന്നു, ഷാർപ്പായി അല്ലേ? പുരുഷന്മാർ നോട്ടത്തിന് എങ്ങനെ ഷാർപ്പ്. അതുകൊണ്ടാണല്ലോ നമ്മൾ രാവിലെ പാത്രം എടുത്തോണ്ട് സിറ്റൗട്ടിൽ പോയിരുന്നു. വേറെ വല്ല ശ്രദ്ധിക്കാറ് ചാക്ക് നിറഞ്ഞു പോയാൽ അറിയും ഇല്ല. പിള്ളേർ വിടാൻ അറിയും ഇല്ല. രാവിലെ ഒരു പാത്രം എടുത്തോണ്ട് സിറ്റൗട്ടിൽ പോയിരുന്നാൽ അതിനകത്ത് മോദിയെയോ ചെന്നിത്തലയെയോ അല്ലെങ്കിൽ പിണറായിയോ കണ്ടു കഴിഞ്ഞാൽ ആ സൗന്ദര്യാസ്വശം ഒറ്റിരിപ്പിരിക്കും. അത് അറിയാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഷാർപ്പായ മൂത്രമായതുകൊണ്ട് നരവംശാസ്ത്രജ്ഞന്മാർ പുരുഷനെ ഉപമിക്കുന്നത് ഒരു പക്ഷിയോടാണ്. ആ പക്ഷിയേതാണ്? പരുന്ത്. 6 കിലോമീറ്റർ ദൂരെ നിന്നാൽ കൃത്യത്തിന് പുറത്ത് വീഴും, പൊടിക്കുഞ്ഞിന് പുറത്ത് വീഴും. എന്നാൽ അതേ നരവംശാസ്ത്രജ്ഞ സ്ത്രീകൾ ഉപമിക്കുന്നത് എന്തിനോടാണ്? ഒരു പക്ഷിയോട്. കരിച്ചാല പ്രാവുകളെ ഞാൻ നോക്കട്ടെ. പെന്തിക്കോസ്തിക്ക് ഇറങ്ങിയതാച്ച ഇതൊരു ചിറകടിച്ച് തള്ളുന്നതിനിട്ട് മര്യാദ. എന്തൊരു തള്ള ഈ തള്ളുന്നത്? കാക്കയുടെ ഒരിച്ചു കാണത്തില്ല കേട്ടോ. നിറം ഒട്ടും പൊതിച്ചു കാണത്തില്ല. ശബ്ദം പിന്നെ സഹിക്കാം, നിറം പൊതിച്ചു കാണുമോ? കാണോ? ഇല്ല. ആ വിഷയം ഓർത്ത് നോക്കിക്കും. കാക്കയുടെ എത്ര കാണണം? 2. ഏതെങ്കിലും സൈഡിൽ 4 സൈഡ് ഉണ്ടല്ലോ. ഏതെങ്കിലും സൈഡിൽ നിന്ന് കല്ലെടുത്ത് അറിയാൻ പറ്റും? ഇല്ല. താണ്ട് ഇവിടെ ഇരിക്കൊണ്ട് 2 കണ്ടുപിടിക്കുക. ഓട്ട എത്ര വർഷത്തോളം അറിയാം? എത്ര വർഷത്തോളം? 4 വർഷത്തെ കഴിവായിട്ട് ഇരിക്കുക. ഇവരെ അടുക്കള നിന്നാ മതിയല്ലേ? ആ അടുക്കള നിന്നാ മതി. ടാങ്ക് നിറഞ്ഞ അറിയുമോ? അറിയും. പിള്ളേരെല്ലാം അറിയോ? അറിയും. ഇനി ഇവർ ഇടയ്ക്കെന്നാൽ പുറത്തു പോയി നിന്നാൽ ഈ പുരുഷനെക്കാട്ടി സ്ത്രീക്ക് മറ്റൊരു സവിശേഷതയുണ്ടല്ലോ. പുരുഷനെക്കാട്ടി 40% മണം അറിയാവുന്ന ശേഷി ആർക്കും അറിയാം സ്ത്രീകൾക്ക്. അതുകൊണ്ട് നമ്മുടെ അടുക്കള ഇരിക്കുക. അപ്പൊ ഇവരിക്കുന്ന മുറ്റത്ത് അവിടെ നിർമ്മാണം വിളിച്ചു പറയും, ദോശക്കല്ലയിൽ എന്തിനാണ് അവിടെ കഴിയുന്നു? കാരണം മുറ്റത്ത് നിന്നപ്പോഴേ എന്ത് കിട്ടി? നമ്മൾ ദോശക്കല്ലിൽ കഴിയുന്നവർ വലിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്ത് കിട്ടത്തില്ല? പണം കിട്ടത്തില്ല. നമ്മളെ കണ്ടി 40% പണം ആർക്കും. അതുകൊണ്ടാ ചില വിധവന്മാർ അച്ഛനന്മാർ അടിച്ചിട്ട് വരുമ്പോ ബ്രാൻഡ് ഏതാന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. കാരണം ഈ മണമറിയാവുന്ന പുരുഷനെക്കാട്ടിയുള്ള കഴിവാക്കാൻ വരും. അപ്പൊ ഇത്രയൊക്കെ തിരക്ക്. അടുക്കള നിൽക്കാണ്, മക്കളെവിടാന്നറിയാം, ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്ന കാര്യം അറിയാം, ദോശ കഴിയുന്ന അറിയാം. ഇത്രയും തിരക്കുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇടയ്ക്ക് ഓടി കൊണ്ട് സിറ്റൗട്ടിൽ പോകും. ആരുണ്ടോന്നാവും. ഈ ഒരു പത്രം വായിക്കണമോ ഇതിനിടെ കൂടെ കണ്ടാൽ എന്റെ മുന്നോട്ട്. കാരണം അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാനുള്ള ശേഷി ആർക്കുണ്ട്? സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറുക്കന്മാരുടെ ഒക്കെ കല്യാണം വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെറുക്കനെ മാത്രം കൊണ്ടിട്ട് വാക്ക് കൊടുക്കത്തില്ല. ചെറുക്കന്റെ കൂടെ ഈ തള്ളയും നാക്കും ഉണ്ടെങ്കിൽ രണ്ടിനെയും കൂടെ വിടും. ഇത് 2 അവിടെ ചെന്ന് കയറിയുള്ള അവസ്ഥ എന്താണെന്ന് അറിയാവോ? അല്ലെ? ഈ പെണ്ണിന്റെ വലിയ 98 വയസ്സേ ഉണ്ടെങ്കിൽ
ഈ 98 വയസ്സുള്ള വല്യമ്മയുടെ വായിൽ അവശേഷിക്കുന്ന ഒരു പല്ല് അത് കൃത്യം MRI എന്നിട്ട് എന്തിനു വാക്കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ സവിശേഷമായിട്ട് തപ്പിക്കുറഞ്ഞെടുക്കാൻ അറിയുന്നവരാണ് ആരും. അപ്പം നരവംശ ശാസ്ത്രജ്ഞർ ആന്ത്രോപോളജിസ്റ്റ് പറയുന്നത് ഒരു ട്രയാങ്കിൾ എടുത്താൽ ട്രയാങ്കിളിന്റെ ചെവിടാണ് സ്ത്രീയുടെ നോട്ടം. അത്രയും വിശാലമാണ് ട്രയാങ്കിളിന്റെ അറ്റമാണ് ആരുടെ നോട്ടം. ആരുടെ നോട്ടം? പുരുഷന്റെ നോട്ടം. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ, അതാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ. വിശാലമായ കാഴ്ചപ്പാടും ഷാർപ്പായ കാഴ്ചപ്പാടുകളാണ് ആരൊരുമിപ്പിച്ചേക്കുന്നത്? ദൈവം തമ്പുരാൻ ഒരുമിപ്പിച്ചേക്കുന്നത്. ഇതിന്റെ നടുവിൽ ഒരുമിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആര് വേണം? ആര് വേണം? കർത്താവ് വേണം. ഇനി വിവേകം എന്നുള്ളതിന് ഒരു റോമെഴുത്തുകാരൻ കൊടുക്കുന്ന വ്യാഖ്യാനമുണ്ട്. വിവേകം ഞാൻ പറയാണ്, നോക്കാതെ കാണണം, പറയാതെ കേൾക്കണം, ചോദിക്കാതെ മനസ്സിലാക്കണം. അതിന് പറയുന്ന പേരാണ് വിവേകം. നോക്കാതെ കാണണം, പറയാതെ കേൾക്കണം, ചോദിക്കാതെ മനസ്സിലാക്കണം. പറ്റൂ? നോക്കാതെ കാണാൻ പറ്റുമോ? പറയാതെ കേൾക്കാൻ പറ്റുമോ? ചോദിക്കാതെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റും. പഴയ കാലത്ത് അമ്മച്ചിമാർക്ക് അത് ഉണ്ടായിരുന്നു. അവർ MSc PSc MSW ഒന്നും അല്ലായിരുന്നു. 4ാം ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ കൊച്ചു സ്കൂളിൽ അവർക്ക് സൈക്കോളജി ഒന്നും അറിയത്തില്ല. ഞാൻ പറയും, സൈക്കോളജിയുടെ ബേസിക് എലമെന്റ് ആയ റാപ്പോ ക്രിയേഷൻ ഇത്രയും കൃത്യമായി നടത്തുന്ന അമ്മച്ചിമാര് കരയിലായിരുന്നു. കൊച്ചു സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ ഉള്ളിൽ ഇപ്പൊ അറിയാൻ വേണ്ടി ഈ അമ്മച്ചിമാർ ചെയ്യുന്നറിയോ? വരുമ്പോ ഭക്ഷണമൊക്കെ കൊടുത്ത് ഏത് വർത്താനൊക്കെ പറഞ്ഞിട്ട് പറയും, മോളെ നിന്റെ മുടിയല്ലോ ഉണങ്ങി കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തലയിൽ എന്ത് തേച്ചു കൊടുക്കും? എന്ത് തേച്ചു കൊടുക്കും? എല്ലാം തേച്ചു കൊടുക്കും. തേച്ചു കൊടുത്തിട്ട് പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? പേജി. കണ്ടിട്ടുണ്ടോ? എന്താ? ഇതിലേക്ക് നമ്മുടെ മ്യൂസിയം ഇരിക്കുന്നത്. ഇതിപ്പോ പേജി കൊണ്ട് കാണാൻ പറ്റുന്നില്ല. എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. എവിടെങ്കിലും വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ എടുത്ത് ഷോക്കേസ് വെച്ചേക്കണം. പോളിഷ് ചെയ്യും. അടുത്ത ഈരോനി അല്ലേ? ഈരോനി എന്നൊരു സാധനം ഉണ്ടോ? അറിയാവോ? അറിയാം. അപ്പൊ ഈ പേജി വെച്ചിട്ട് അങ്ങോട്ട് ചീകാൻ വന്നു. അപ്പൊ ചീകി ആ സുഖ അങ്ങോട്ട് പിടിച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ വല്യമ്മ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവിടെ ഉള്ളിലേക്ക് കയറി എലൂസിറ്റേറ്റ് ചെയ്ത് ഇനി ബ്രേക്ക് നോട്ട് ചെയ്യുമായിരുന്നു. എന്നു പറയുന്നത് ഉള്ളിയിരിക്കണം. എന്നാൽ ഇന്നും സ്കൂളിൽ വരുന്ന പോയിട്ട് വരുന്ന കൊച്ചിന്റെ മോന്തയ്ക്ക് നോക്കാൻ തന്തയ്ക്കും തള്ളയ്ക്കും നേരം ഉണ്ടോ? ഇല്ല. കാരണം നമ്മൾ റീല് കണ്ട് നടക്കുന്നതിനിടയിൽ ആരുടെ മുഖത്ത് നോക്കാൻ മറന്നു പോകുന്നു. ആരുടെ മുഖത്ത് നോക്കാൻ മറന്നു പോകുന്നു? കൊച്ചുങ്ങളെ. ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയാവോ? 9ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു പെറ്റ് കഴിഞ്ഞപ്പോഴാണ് തള്ളെ അറിയുന്നത്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. നടന്നത് കേരളത്തില് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു യൂട്യൂബ് കണ്ട് പ്രസവിച്ചെത്തി. നിങ്ങളെ ആലോചിച്ച് നോക്കിക്ക്. ഈ തള്ളക്കഥയിലൂടെ ഈ കുട്ടിയുടെ ശാരീരികമായ മാറ്റവും ജീവിത ശൈലിയും ആ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ പേരന്റിങ് എവിടെയാണ് എത്തിയിരിക്കുന്നത്? മാതാപിതാക്കൾ എന്ന നിലയിൽ എത്ര വിവേകത്തോടെ നമ്മൾ ഇടപെടുന്നത്? അതെങ്ങനെ? പിള്ളാരെ 6 വർഷമായി വന്നിരിക്കുക. ആരും മാതാപിതാക്കൾ. പ്രായം ഒരു വിഷയമല്ല. ഒരു വിഷയമല്ല. 66 വയസ്സുള്ളവർ കാണാം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എവിടുന്നോ ഒരു മിസ് കോള് വന്നു, ചാറ്റായി. അവസാനം ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം അറിയുന്നത് അപ്പുറത്ത് ചാറ്റിക്കൊണ്ടിരുന്ന 16 വയസ്സുള്ള ചെറുക്കന തള്ളെ പെണ്ണ ഒരു പരിക്കാറ്റ്. അവസാനം വല്യമ്മ പോലീസുകാർ പൊക്കി കെട്ടിക്കൊണ്ടു. നമ്മുടെ ആലോചിച്ച് നോക്കിക്കും. ശരിക്കൊന്നും വേണ്ട. ഓർത്തോ, മൊബൈലിൽ മിസ്കോളൊക്കെ വരും. നിന്റെ കെട്ടിയോനെക്കാട്ടി സ്നേഹിക്കുന്ന ഒരുത്തരം ഈ ലോകത്തിന്റെ നോർത്താണ്. വയ്യാതെ ഇപ്പൊ പറയണ്ട, ഇവിടെ പറഞ്ഞാൽ വയ്യാതെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ നോക്കാൻ കെട്ടിയോനെ കാണത്തുള്ളൂ. അവരെ മാത്രമല്ല, ഇവിടെയും കൂടെ പമ്മി ഇരിക്കുന്നേക്ക് പോകാം കേട്ടോ. വേറെത്തരം ഉണ്ടാകരുത്. ഓർത്തോണം, വേണ്ടാത്ത ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകരുത്. ഞാൻ ചോദിച്ചിട്ട് ആ റിലേഷൻഷിപ്പ് ചാടിയ ഒരു പേരന്റിന് എന്ത് സാക്ഷ്യം മക്കൾക്ക് കൊടുക്കാനുള്ളത്? എങ്ങനെയാണ് അവരെ വളർത്താൻ പറ്റുന്നത്? നിങ്ങളത് ആലോചിച്ച് നോക്കി. നമ്മുടെ പേരന്റിങ്ങാണ് ഇന്ന് അപകടത്തിലാകുന്നത്.
എന്താ പേരന്റിങ്ങിനെ പറ്റി പറയുന്നതെന്ന് അറിയാം? അമ്മയാണ് ഒരു കുട്ടി ആദ്യത്തെ ഗുരു. ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ ഒരു കുട്ടി പഠിക്കുന്ന ആരുടെ കഴിയുന്ന? അമ്മയുടെ കഴിയുന്ന. ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ ഒരു കുട്ടി പഠിക്കുന്ന അറിയുന്ന അമ്മയുടെ കഴിയുന്ന. വീട്ടിൽ എങ്ങനെ ഇടപെടണം? ഇപ്പൊ നിങ്ങൾ വലിയ ഭാഷയും പറയാറുണ്ട് ചില തള്ളമാർ. മോളെ കെട്ടിച്ചു വെക്കോ, 3 അവള് ചെറുക്കന്റെ വീട്ടിൽ എന്നെ വിളിച്ചു. എന്തിനെ വിളിച്ചെന്നറിയാവോ? മുട്ട പൊരിക്കുന്ന എങ്ങനെയാണ് ചോദിക്കാം. ഒരിക്കലേ അറിയാമോ? ആ തള്ളെ പൊരിക്കണം. അതെ, നമ്മളെ കൊച്ചുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ കൊച്ചുകളാണ്. നിങ്ങൾ രാവിലെ വൈകുന്നേരം പാകം ചെയ്താൽ പോലെ അരമണിക്കൂർ അവരെ അടുക്കളയിൽ കേൾക്കണം. ജീവിതത്തിന്റെ ഇത്രയും കെമിസ്ട്രിയും ജീവിതവും പഠിക്കാൻ പറ്റിയ വേറെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. സ്വന്തമായിട്ട് ഡ്രസ് കഴിയാതെ പഠിപ്പിക്കണം, ചെരുപ്പൊന്നും പോളിഷ് ചെയ്യാതെ പഠിപ്പിക്കണം. വെറും മടിയന്മാരായിട്ട് വളർത്തരുത്. അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. കുറച്ചു മുമ്പ് ഞാൻ ഹൗസിൽ കിടന്നു. ഒരു 2.5-3 വയസ്സുള്ള ചെക്കൻ എന്റെ അടുത്ത് വന്നു. ചില വർത്തമാനം പറഞ്ഞത് അവനവിടെ നമ്മൾ 3 വർഷം. ഞാൻ ശിവലിംഗ എന്താ ചെയ്യാൻ പോകുന്നത്? നല്ല ചരിവിട്ടെന്താണ്, കാലിന് അടിയിൽ അവൻ വളരെ സൂക്ഷിച്ച് വീഴാതെ ശ്രദ്ധിച്ച് പതുക്കെ അകത്തേക്ക്. പിന്നെ കുറച്ചു നേരത്തെ കണക്ക് ഞാൻ വിളിച്ചിട്ട് അവരാണ് എന്താ അവിടെ. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആൾ ഇറങ്ങി വരുന്നു. എന്തുകൊണ്ടാ വരുന്നില്ല? തമിഴ്നാട് ഒരു പാകിസ്ഥാനി മരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ മതി? എന്തിനാ? മൂത്രം തുടക്കെ അവൻ നോക്കിയപ്പോ അവിടെ ചെന്ന് നോക്കിയപ്പോ വേറെ തുണിയൊന്നും കിട്ടിയില്ല. അവന്റെ കയ്യെത്തുന്ന പരുവത്തിൽ കിടന്നത് തള്ള കല്യാണത്തിന് വാങ്ങിച്ച പട്ടിസാനിയാണ്. പക്ഷെ അവനൊരു പാഠം പഠിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? മൂത്രം ഒഴിച്ച് അഴുക്കായാൽ തുണി വെച്ച് തുണിക്കണം. പാഠം പഠിച്ച ആരുടെ കയ്യുന്ന? അമ്മയുടെ കയ്യിൽ. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ ഒരു കുട്ടി പഠിക്കുന്നത് അമ്മയുടെ കയ്യിലാണ്. സോഷ്യൽ ഡിസിപ്ലിൻ പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നല്ലോ? അത് അപ്പന്റെ കയ്യിൽ. നമ്മുടെ മക്കൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് പഠിക്കുന്ന ആരുടെ കയ്യിൽ. അതുകൊണ്ടാണല്ലോ നാട്ടിൽ നമ്മുടെ മക്കൾ കുഴല്ലായ്മ കാണിച്ചാൽ വിളി കഴിക്കുന്ന ആൾക്കാർ എന്താ പറയാനൊരു മടി? തുമ്മുന്നുണ്ടോ? തുമ്മലിന്റെ അസുഖമുണ്ടോ? സെപ്റ്റിസം കഴിച്ചാൽ മാറത്തില്ല. മോണ്ടക്ക് കഴിച്ചാൽ മാറത്തില്ല. എന്താ അറിയോ? നമ്മൾ പുറത്തുകൊണ്ടേക്കുന്ന സന്താനമല്ല, പുറം ലോകത്ത് പേരുദോഷം കാണിക്കുമ്പോ വിളി കേൾക്കുന്ന ആർക്കാ? അതിന് മോണ്ടക്ക് കഴിച്ചാൽ മാറുമോ? സെപ്റ്റിസം കഴിച്ചാൽ മാറുമോ? ഇല്ല. തന്നയ്ക്ക് വിളിക്കുന്നതിന് ദൈവശാസ്ത്രമില്ല. കാരണം നാട്ടിൽ ഇടപെടണമെങ്കിൽ, നാട്ടിൽ എങ്ങനെ ഇടപെടണമെന്ന് മക്കളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അപ്പനുണ്ട്. യൂഹാനോ മാർത്തോമാ തിരുമേനി അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ് എഴുതുമ്പോഴേ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള മകനുണ്ട് തിരുവനന്തപുരത്തില്. അന്നത്തെ കാലമാ യൂഹാനോ മാർത്തോമാ തിരുമേനിയെ കാണാൻ. അവിടെ ചെന്നോടനെ ചെക്കൻ 4 വയസ്സുള്ള ചെക്കൻ തിരുമേനെ കണ്ടപ്പോ തിരുമേനി ചോദിച്ചു, എടോ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. തിരുമേനി ഒന്ന് കെട്ടിത്തരിച്ചു. കാരണം 4 വയസ്സുള്ള ചോദിക്കുന്നതിലോ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. തിരുമേനി ഒന്ന് ആലോചിച്ച് ചോദിച്ചു മനസ്സിലായപ്പോഴെ അറിയുന്നത് ഈ ഡോക്ടർ എല്ലാവരെയും അഭിസംബോധന ചെയ്തെങ്ങനെ അറിയുമോ? ഈയിടോ പ്രിയപ്പെട്ടവരെ ഓർക്കുക, സോഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടവരാണ് ആര്? അമ്മമാര്. ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടവരാണ് ആര്? അമ്മമാര്. അങ്ങനാണെങ്കിൽ അച്ചടക്കമുള്ള ഒരു തലമുറ രൂപപ്പെട്ടു വരും. ഇത് പേരന്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പേരന്റിങ്ങിന് പാസീവ് പേരന്റിങ് എന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാൽ എലതി അയ്യടി മിണ്ടത്തേയില്ല. ഇത്തരം ചില പേരൻസ് കുരുത്തന്റെ പിള്ളേരെ കുറിച്ച് ചില വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാ അവർ തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ചു വെച്ചത്, മൊറോക്കോയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചത്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു 2-ാമത്തെ എവിടെ പോകുന്നത് അവിടെ ചെല്ലും. അവിടെ ചെല്ലുന്ന ഇവര് ഈ പിള്ളേര് എന്ത് ചെയ്യും? ആ വീട് മൊത്തം ഇളക്കി മറിച്ച് എല്ലാം തിരിച്ചെടുത്ത് ഈ അപ്പനും അമ്മയും മിണ്ടുവോ? ഇല്ല. അടുത്ത പ്രാവശ്യം ഈ 2-ാമത്തെയും കൊണ്ട് ഇവര് ചെല്ലുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇത് പോകാൻ വേണ്ടി കാത്തിരിക്കുക അല്ലേ?
അമ്പുരാനെ എപ്പോ ഇറങ്ങി കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. പാസീവ് പേരന്റിങ്ങിന്റെ കുഴപ്പം എന്താ അറിയുമോ? എന്ത് കൊള്ളലായ്മ കാണിച്ചാലും ശരിയാണെന്ന് ആരെ പഠിപ്പിക്കുക? മക്കളെ പഠിപ്പിക്കുക. ഇനി മറ്റൊരു പേരന്റിങ്, അതോറിറ്റേറ്റീവ് പേരന്റിങ്. എന്തേലും ഒന്ന് കേൾക്കണം, അതിന് മുമ്പേ പേരത്ത് വരും, ഓളം വഴിയും അടിക്കും, മുഴുത്തെടുക്കും. അതെ, എന്തെല്ലാം ചെയ്യും അതെല്ലാം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് അവരെന്താ മാറുന്നറിയാമോ? അവർക്ക് അന്നേരം അത് പ്രതികരിക്കാൻ പറ്റത്തില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവനെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ അവനെന്താ ചെയ്തേ? അവനായിരിക്കും ഏറ്റവും വലിയ വിപലായിട്ട്. കാരണം അവന് പ്രതികരിക്കാൻ പറ്റാത്തത്. പ്രതികരണ ശേഷി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കെതിരെ ഏറ്റവും അധികം പ്രതികരിക്കാൻ പോലെ ആരായിരിക്കും? അവരായിരിക്കും. എന്നാൽ ഓർക്കുക, ക്രിയേറ്റീവ് പേരന്റിംഗാണ് നമ്മൾ വേണ്ടത്. തെറ്റേതാണ്, ശരിയേതാണ് എന്ന് നമ്മുടെ മക്കളെ കൃത്യമായി സ്നേഹത്തോടും എന്നാൽ ശാസിക്കേണ്ടടുത്ത് ആവശ്യമായ ശാസനയോടും എന്നാൽ പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹനത്തോടും സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ചു വേണം അവരെ കൊണ്ടുപോകാൻ. എങ്കിലും ക്രിയേറ്റീവ് പേരന്റിംഗ് രൂപപ്പെടുത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ബുദ്ധിയുടെ കസർത്തോടൊന്നും കാര്യം നടക്കുന്നില്ല. കല്യാണം ലോകരീതികളിൽ ഏറ്റവും കൂടുതൽ ആരാണ്? ഡബിൾ PhD, സിംഗിൾ PhD, ഡബിൾ MA, ഡബിൾ PG ഉള്ളവരാ. സാധാരണക്കാരൻ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ലോജിക്ക് കൊണ്ടല്ല നമ്മൾ കുടുംബജീവിതം നയിക്കുന്നത്, ബുദ്ധി കൊണ്ടല്ല കുടുംബജീവിതം നയിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? വിവേകം കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. സദൃശവാക്യം 19:14 പറയുന്ന അതാണ്. എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത്? വിവേകം കൊണ്ട് വേണം എന്ത് ചെയ്യാന്? പഠിക്കുവാനായിട്ട്. വിവേകം കൊണ്ട് വേണം. ഇനി അടുത്തത് എന്തുകൊണ്ടാണ് വീട് പണിയുന്നത്? ഒന്ന്, ജ്ഞാനോട് പണിയണം. ജ്ഞാനത്തിൽ എന്തൊക്കെയുണ്ട്? സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്. എന്തുകൊണ്ടാണ് പണിയുന്നത്? ബുദ്ധി കൊണ്ടാണ് പണിയുന്നത്. എന്തുകൊണ്ടാണ്? വിവേകം കൊണ്ട്. മൂന്നാമത് സദൃശവാക്യം 31:10 ഒന്നും വായിക്കാം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവരുടെ വില. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവരുടെ വില മുട്ടുകളിലും സാമർഥ്യം കൊണ്ട് വേണം. സാമർഥ്യമുള്ള ഭാര്യമാരുള്ളത് കൈകൊടുക്കും. ഒറ്റ മനുഷ്യനില്ല ഇന്നങ്ങ് ചെയ്യും. ജീവന് പോയുള്ളവർക്ക് തിരിച്ച് വീട്ടിൽ കടന്നില്ല കേട്ടോ, വെച്ചിട്ടുണ്ട്. ഇത്രയും കൊല്ലം താമസിച്ചിട്ട് ഒറ്റ ഒരു മനുഷ്യന്റെ കൈ മുങ്ങിയില്ല. സാമർഥ്യമില്ലാത്ത ഭാര്യ വരാതെ ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു പാവമാണ്. കാരണം നമ്മുടെ നാട്ടില് സാമർഥ്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറയുന്നത് അല്ലേ? എന്താ പറയുന്നത്? അവിടെ ഒരു സാമർഥ്യം വേണം. സാമർഥ്യം നെഗറ്റീവ് ഗുണമല്ല കേട്ടോ. എന്താ സാമർഥ്യം എന്ന് പറഞ്ഞാൽ സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്ന പേരാണ് സാമർഥ്യം. സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേരാണ് സാമർഥ്യം. അപ്പൊ എന്താ ഈ സമചിത്ത? ദുഃഖം വരുമ്പോ തുറന്നു പോകില്ല, നിരാശ വരുമ്പോ വീടുമുഖത്ത്, സന്തോഷം വരുമ്പോ അമിതമായിട്ട് പൊട്ടിത്തെറിക്കുന്നില്ല. കാര്യങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സാമർഥ്യം. ഇങ്ങനെ ജീവിക്കാൻ പറ്റും. ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതെ, നിരാശ വരുമ്പോൾ തളർച്ചയായി പോകാതെ, ചെറിയ സന്തോഷങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിക്കാതെ സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് എങ്ങോട്ട് കേട്ടോ? എവിടെന്നറിയാം? കനാബി കല്യാണത്തിന് ആരൊക്കെയാ പോയത്? ആരൊക്കെയാ മക്കളെ പോയത്? കർത്താവ് പോയി, അമ്മ മറിയ പോയി, ശിഷ്യന്മാര് പോയി അല്ലേ? അവരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ഗൃഹനാഥം പോലും അറിയാത്തൊരു കാര്യം ആര് കണ്ടുപിടിച്ചറിയോ? ആര് കണ്ടുപിടിച്ചു? അമ്മ മറിയ. സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട കഴിവ് എന്താ അറിയോ? ഇവിടെ എങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിയാനുള്ള വിവേകം ആർക്കുണ്ട്? സ്ത്രീകൾക്ക് ഉണ്ട്. കൃത്യമായിട്ട് അതിന്റെ കാരണം ഫിസിയോളജിയുടെ റീസൺ ഉണ്ട് കേട്ടോ. കാരണം ഈ പുരുഷന്മാരുടെ കഴുത്തിനെക്കാട്ടി സ്ത്രീകളുടെ കഴുത്തെന്ന് അറിയാം ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ എന്റെ കഴുത്ത് ഞാൻ ഇവിടുന്ന് തിരിച്ച് ഇവിടം വരെ കൊണ്ടുവരുന്നതിനിടയിൽ ഇവർ 3 വട്ടം തിരിക്കും.
ഇവര് തിരിക്കുന്നതോടൊക്കെ ഞാൻ തിരിച്ചാൽ തന്നോത്തരം നേച്ചൂടെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ കാര്യം കണ്ടെത്തി കഴിഞ്ഞപ്പോ നമ്മളാണ് ആ കല്യാണത്തിന് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അവിടെ 25 ഐറ്റം ഉള്ളവരായിട്ട് ഇല്ലാതാവും. നമ്മളത് 24 ഐറ്റം 3 ഐറ്റം ഒന്ന് കഴിച്ചിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ നാട്ടുകാർ അവിടെ ഒന്നും തികഞ്ഞില്ല. എന്നാൽ മാതാവ് അത് ആരോട് മാത്രമേ പറഞ്ഞുള്ളൂ? കർത്താവിനോട് മാത്രം. ജോലിക്കാരോട് പറഞ്ഞില്ല. ജോലിക്കാരോട് പറഞ്ഞറിയോ? കർത്താവ് നിങ്ങൾ കൽപ്പിച്ച നിങ്ങൾ അതുപോലെ ചെയ്യണം. ഒരു ക്രിയേറ്റീവ് ഇന്റർവെൻഷൻ ഓഫ് ലൈഫ്, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനാണ് അവൾ പ്രവർത്തിച്ചത്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലെ പ്രോബ്ലം മേക്കേഴ്സ് ആണ്, പ്രോബ്ലം സോൾവേഴ്സ് ആണ്. നമ്മൾ വീട്ടിലെ പ്രോബ്ലം മേക്കേഴ്സ് ആണ്, പ്രോബ്ലം സോൾവേഴ്സ് ആണ്. കഴിഞ്ഞ ഒരു കൊല്ലം ഏറ്റവും അധികം അടികൊണ്ട കാര്യമല്ല. മടിയോ വഴക്കോ സാധനം ആരുമായിട്ട് വഴക്കുണ്ടാക്കും? ആരുമായിട്ട്? ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞു. ആരുമായിട്ട്? ഭർത്താവുമായിട്ട്. അല്ലേ? കഴിഞ്ഞ കാലം ഏറ്റവും അധികം അടിയുണ്ടാക്കിയ ആരുമായിട്ടാ? ആരുമായിട്ട്? ഭാര്യയായിട്ട്. അല്ലേ? ചില പുരുഷകേസരികളൊക്കെ രാവിലെ 7:30 എഴുന്നേൽക്കുന്നുണ്ട്. 6 മണിക്ക് ബ്രെഡ് കോഫി കിട്ടണം. 7:30 ആയാൽ എന്ത് കിട്ടണം? ബ്രേക്ക്ഫാസ്റ്റ്. 7:35 പിന്നെ കഴിക്കത്തില്ല. 12:30 ആകുമ്പോൾ എന്ത് കിട്ടണം? ഉച്ചയൂണ് കിട്ടണം. പിന്നെ വള്ളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ 3:30 ആകുമ്പോൾ ചായയും കടിയും കിട്ടണം. പിന്നെ വൈകുന്നേരം 8:30 ആകുമ്പോൾ ഇത് 5 മിനിറ്റ് താമസിച്ചു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ നിന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ അടിയുണ്ടാകും. നമ്മൾ നോക്കും ആരോട്? ഈ പാവത്തോട് അടിയുണ്ടാകും. ഇവർ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചുവെന്ന് കഴിയും. താമസിക്കുന്ന മോന്റെ ഭാര്യയുടെ കൂടെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കടിക്കത്തേ ഉള്ളൂ. ഉച്ചയ്ക്ക് 12 മണിക്ക് എന്താ കിട്ടും? അടുക്കള നോക്കി ചൊറഞ്ഞോണ്ടിരിക്കാൻ അല്ലയോ? കാരണം എന്താ? ഈ പാവങ്ങളുടെ 5 മിനിറ്റ് താമസിച്ചാൽ വീരമാർത്താണ്ഡവരുടെ പോരും. അല്ലെ? നമ്മുടെ നാലം ചോദിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കും. ഇന്ന് പോലെ നിങ്ങൾ തീരുമാനിച്ചു ഞാനൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു പ്രോബ്ലം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. എല്ലാ തികഞ്ഞ ഭാര്യയെ പറ്റി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാത്തിനും ഭർത്താവിനെ പറ്റി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ തുറന്ന് സമ്മതിക്കുന്നു. നമ്മുടെ ഭാര്യയ്ക്ക് കുറവുണ്ട്, നമ്മുടെ ഭർത്താവിന് കുറവുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാകും? ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. ഇത് ഉയർത്തിപ്പിടിച്ച് വഴക്കുണ്ടാക്കാൻ നിന്നാൽ ആ കുടുംബജീവിതത്തിൽ സ്വസ്ഥത കാണുമോ? ഇല്ല. എന്നാൽ ഇരുന്നത് നിങ്ങളൊന്ന് ശ്രമിച്ചേ. ഞാൻ മൂലം ഇനി എന്റെ വീട്ടിൽ അനാവശ്യമായ ദേഷ്യമോ വഴക്കോ ഉണ്ടാകത്തില്ല. നിങ്ങൾ കാനാവിൽ നിന്ന് മറിയം തിരിച്ചു പോകുന്ന കാഴ്ച ചോദിക്കുക. ഇന്നും ആ വീട് മറക്കാതിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? എത്ര കൃത്യമായിട്ടാണ് അമ്മ അവിടുത്തെ പ്രോബ്ലം ഒരു ബഹളവും നടത്തിയില്ല. കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്തു, ക്രിയേറ്റീവ് ഇന്റർവെൻഷൻ നടത്തി, അത് പരിഹരിച്ചു. ഞാൻ പറയും, നിങ്ങളുടെ വീട്ടിലെ പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളിയിലെ മഹത്തരമായ ഗുണം പോലും കണ്ടെത്താൻ കഴിയുന്നത് ശാന്തമായിട്ട് നിൽക്കുന്നു. നിങ്ങൾ കേട്ടുകയാണ് ഈ കോഫിഡേ എന്ന് പറഞ്ഞ വലിയ നെറ്റ്വർക്ക് ഗ്രൂപ്പ്, ഇന്റർനാഷണൽ ഗ്രൂപ്പ് കോഫിഡേ. അതിന്റെ ഉടമസ്ഥൻ ഒരു കർണാടകക്കാരനായ സിദ്ധാർത്ഥ. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 6000 കോടി കടം കയറി. എത്ര കടം? 6000 കോടി കടം കയറി. അദ്ദേഹം ചെയ്യുന്നത് കർണാടകയിലെ ഒരു നദിയിൽ പാലത്തിൽ പൊട്ടിച്ചറിയാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ മാളവിക, ഒരു സാധു സ്ത്രീ, വിദ്യാഭ്യാസമുള്ള പക്ഷെ ബിസിനസ് ഇറങ്ങിയിട്ടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ ചിന്തിട്ടേയില്ല. ഒരു വീട്ടുകാരിയൊക്കെ നോക്കി സാധാരണ ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഭർത്താവ് 6000 കോടി രൂപ കടം ഈ പരിപാടി കാണിച്ചു
നിങ്ങൾ എന്താ എത്തിച്ചു? ആ പള്ളി കെട്ടിയത് ആത്മഹത്യ, ആ ആത്മഹത്യ മറുപടി അല്ല. മാളവിക കരുത ചെയ്തെന്നറിയാം. അവര് ആ കമ്പനിയുടെ സ്ഥിരമായിട്ട് ചുമതലയേറ്റു. അവിടുന്ന് ഓരോ ചുമതലക്കാരെ വിളിച്ച് ഒരു പ്രോബ്ലംസ് പഠിച്ചു, അതിന്റെ കോസ് കണ്ടെത്തി. ഇതുവരെ അവർ അടുക്കള കണ്ടെത്തിയില്ല. എന്നാൽ അവർ ഈ കമ്പനിയുടെ ചുമതലയിലേക്ക് വന്നപ്പോൾ അവർ ഓരോ തലങ്ങളെയും കണ്ടെത്തി മനസ്സിലാക്കി പരിഹരിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോ 5000 കോടി കടന്നു. അടുത്തൊരു കൊല്ലം കഴിഞ്ഞപ്പോ മുഴുവൻ കടവ് തീർന്ന് ആ പ്രസ്ഥാനം വൻ ലാഭത്തിലേക്ക് പോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും. കാരണം എന്താ? ഞാൻ പറയും, നിങ്ങളൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഭർത്താവിനാണ് കുഴപ്പമെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക രീതി കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ ആ വീട് എങ്ങനെ എനിക്ക് പോകുന്നത്? ഇനി ഭാര്യയ്ക്ക് കുഴപ്പമെങ്കിൽ ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടില്ല എന്തായാലും സംഭവിക്കുന്നത്. നിന്റെ വീട്ടിലെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടില്ല അതിന് സംഭവിക്കുന്നത് എന്തായാലും. എന്നാൽ ഞാൻ പറയുന്നു, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളുടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് നിന്ന് പ്രോബ്ലം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കണം. എന്നിട്ടത് ഫൈൻഡ് ഔട്ട് ചെയ്ത് പരിഹരിക്കാൻ നോക്കുന്നുണ്ടല്ലോ. ഞാൻ പറയും, ഈ ലോകത്ത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. നിങ്ങൾ കുറ്റം കണ്ടെത്തുന്നത് നിർത്തും. ഒരു വീഴ്ച ഉണ്ടായ ഒരുമിച്ച് നിൽക്കുക. ഞാൻ പറയുന്നു, നിങ്ങളുടെ കടമുണ്ടോ അത് വീട്ടിൽ നിങ്ങൾക്ക് പറ്റും. ഇനി മറ്റെന്തെങ്കിലും വിഷയമാണോ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ എന്താ പറ്റാതെന്നറിയാവോ? നിങ്ങൾക്കിടയിൽ സാത്താൻ വന്ന വലിയ ചിത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുക. നിങ്ങൾ പരസ്പരം ജയിക്കാൻ നോക്കുക. പക്ഷെ തോക്കുന്നത് എന്തെന്നറിയാമോ? നിങ്ങൾ വ്യക്തിപരമായിട്ട് ജയിക്കാൻ നോക്കുമ്പോ തോക്കുന്നത് നിങ്ങളുടെ ജീവിതം. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് സമചിത്തതയോടെ ഇന്നും മുതൽ തീരുമാനിച്ചോണം കേട്ടോ. തൊട്ടയിൽ പിടിച്ചെടുക്കുമ്പോൾ കലമുണ്ടാക്കുന്ന പരിപാടികൾ നടത്തുന്നത്. എന്റെ വീട്ടിൽ ഞാൻ പോലെ ഒരു കലമുണ്ടാക്കുന്നത് വീട്ടിൽ മാത്രമല്ല, പള്ളിയിൽ ചില മനുഷ്യരുടെ പള്ളി വരുന്ന പ്രോബ്ലം ഡീൽ ചെയ്യാൻ പറ്റും. ഉച്ചവെള്ളിയാഴ്ച കഞ്ഞിവെള്ളം അവസാനം 5 പേർക്ക് പപ്പടം കിട്ടി നോക്കുമ്പോ കൂട്ടാണ്. അത് ചോദിക്കുക, 5 പപ്പടം കിട്ടാത്തതിന്റെ അടി ഉണ്ടാക്കാൻ വല്ല കാര്യം നമ്മളെ വീട്ടിൽ നിന്ന് എത്ര ക്രിയേറ്റീവായിട്ട് അത് എടുക്കാൻ പറ്റും? എന്റെ ചത്തു പോകും 5 പപ്പടം കഴിച്ചില്ലെങ്കിൽ. അപ്പൊ ശരിക്കും ചോദിക്കും, പ്രോബ്ലം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന മനുഷ്യർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളോട് തന്നെ ചോദിച്ചു, എന്റെ വീട്ടിലെ പ്രോബ്ലം നീക്കറാമോ ഞാൻ? അത് പുരുഷനേതാ സ്ത്രീയാണ് എങ്കിൽ ഇന്ന് മുതൽ ശ്രമിച്ചു ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യും. അങ്ങനെ സാമർത്ഥ്യമുള്ളൊരു ഒരാളുടെ വില എത്രയാണെന്നറിയോ? എന്താ പറഞ്ഞത്? അവിടെ വായിച്ച വേദഭാഗത്ത് എന്താ പറഞ്ഞത്? സദൃശവാക്യം മുത്തുകളിലേറും. അതെ, എന്താ മുത്തുകളിൽ മുത്തേന്ന് വിളിച്ച മുത്താവി ആവോ? ഇല്ല. എന്ത് വേണം? സമചിത്തത വേണം. ഈ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമുക്ക് വില കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് അറിയും. വില കൂടിയ സാധനമൊക്കെ ഇട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ 25,000-ന്റെ 50,000-ന്റെ 1,00,000-ന്റെ സാരി കൊടുക്കുന്നു. ഡയമണ്ടിന്റെ ഇരുട്ട് കഴിയുമ്പോൾ ആരോടാകുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചിന്തിക്കാം. മഹാത്മാഗാന്ധിയുടെ തോട്ട് അംബാനിയുടെ കോട്ടൂടെ ലേലത്തിൽ വെച്ചാൽ ഏതിനായിരിക്കും വില കിട്ടാൻ? മഹാത്മാഗാന്ധിയുടെ തോട്ടും അംബാനിയുടെ കോട്ടൂടെ ലേലത്തിൽ വെച്ച ഏതിനായിരിക്കും വില കിട്ടാൻ? മഹാത്മാഗാന്ധിയുടെ തോട്ടിന്റെ സമർപ്പതി ആസനത്തിൽ പരുത്തിക്കൊണ്ട് സ്വന്തം ചർക്കയിൽ കൈകൊണ്ടു ഒരു തോട്ടിന് കാലണ വിലയുള്ളൂ. ഇന്ത്യ ലേലത്തിൽ വെച്ച് വിലയിൽ അമ്മയുടെ കോട്ട് അമേരിക്ക ഉണ്ടാക്കി കോടികളുടെ വില. ഈ എത്ര വർഷം കഴിഞ്ഞത് ലേലത്തിൽ വെച്ചാൽ ഏതിനടിക്കുന്നില്ല. കാരണം എന്തൊടുത്തു ആരെടുത്തു? 1,00,000-ന്റെ 10 സാരി കൊടുത്തുകൊണ്ട് വാങ്ങി തെറി പറയുന്ന സ്ത്രീകളെ വിലയുള്ളൂ. ആ തറി പറയുന്ന ഒരു സ്ത്രീയുടെ വിലയുണ്ട്. ഉടുത്തോണ്ടിരിക്കുന്നതല്ല 1 കോടി അങ്ങനെ 10 ലക്ഷത്തിന്റെ പട്ടണം കൊടുക്കുക. അതെ, 5 ലക്ഷത്തിന്റെ കോപ്പിട്ടുണ്ട് മുമ്പിൽ
കിടക്കുന്നവന്റെ വിലയുന്നു. ഇപ്പൊ മേൽത്തര സാധനം വില ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സമചിത്തത. സമചിത്തത വേണം. ഒത്തിരി സിവിൽ സർവീസ് ഏതെങ്കിലും അല്ലെ കുറച്ച് പെൺകുട്ടികളോ അവരൊക്കെ കളർഫുള്ളായിട്ടൊക്കെ വരുന്നത്. ആ ഓഫീസിൽ പോകാൻ കഴിഞ്ഞാൽ വളരെ ഹമ്പിൾ സിമ്പിളായിട്ട് ഡ്രസ്സിട്ട് ഒരു കുഞ്ഞുമാരോ ഇതൊക്കെ ഇട്ടിട്ട് പോകും. അതേസമയത്ത് നമ്മുടെ മാതൃ സമാജത്തിൽ അമ്മച്ച് കല്യാണത്തിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. ഉണ്ടോ? ലോക്കറി ഇരിക്കുന്ന മുഴുവൻ സാധനം ഇവിടുന്ന് ഇവിടെ വരെ, ഇവിടുന്ന് ഇവിടെ വരെ 4 മാല. ഇതിന്റെ ഭാരം കൊണ്ട് ഒരു വർഷം ചരിഞ്ഞ് മുട്ടും പോകാൻ കൂട്ടുകയാണ്. ശരിക്കും പറഞ്ഞ നമ്മളെ വിചാരം എന്താ അറിയോ? ഇതെല്ലാം വലിച്ചു വരിയിട്ട് വിലയിട്ടൊന്നാണ്. നിങ്ങൾ എനിക്കാരിച്ചാൽ ഒരു സ്ത്രീ ചോദിക്കത്തില്ല 10 സാധനമാണ്. ഡയമണ്ട് പ്രശ്നമാണെന്ന് ചോദിക്കത്തില്ല. കാരണം എന്താ അറിയോ? അവർക്ക് മനസ്സിലായി അവരുടെ വില ഒരു കോട്ടൺ സാരി എടുത്താൽ മതി, ഒരു കുഞ്ഞുമാല എടുത്താൽ മതി, ഒരു കുഞ്ഞു കമ്മല് ധരിച്ചാൽ മതി. സ്വഭാവം മതിയും ശ്രേഷ്ഠത ഉണ്ടെങ്കിലുണ്ടല്ലോ, സാമർഥ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, സമചിത്തത ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ വില മുത്തുകളെക്കാളും അല്ലാതെ വലിയ ബ്രാൻഡിട്ടൊന്നുമല്ല ഒരാളുടെ വിലയും വർദ്ധിച്ചു വരുന്നത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാണല്ലോ പരസ്പരം കണ്ടെത്തലിന്റെ ഉത്സവം കൂടിയാണ് കുടുംബജീവിതം. നിങ്ങൾ ഈ പൗലോകോയിലോ എന്ന് പറയുന്ന എഴുത്ത് തന്നെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം ആൽക്കമിസ്റ്റ്, ഫിഫ്ത് മൗണ്ടൻ, ലൈറ്റ് ഓഫ് ലൈഫ്. ഒരു ദിവസം ഇദ്ദേഹം വരികളെ ബുദ്ധിയിരിക്കുന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് 19 വർഷമായി. രണ്ടും ഇരിക്കുക. അത്താഴം പറഞ്ഞപ്പോ അവർ പ്രശ്നം അറിയാം. എടി നീ ഞാനും തമ്മിൽ ഒത്തിരി അങ്ങ് ദൂരെ പോയോ എന്ന് സംശയം. ശരിക്കും പറഞ്ഞാൽ ജീവിച്ച് അടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുക, അകന്നിരിക്കുക. ആ പഴയ സ്നേഹം എപ്പോഴും ഉണ്ടോ? അപ്പൊ ഇവര് ഭർത്താവ് പറയുമ്പോ പറയാ നമ്മൾ ഒത്തിരി അകന്നു പോയാലോ. അപ്പൊ ഓരോങ്ങനെ എടി നമുക്കൊരു കാര്യം ചെയ്യും, നമുക്കൊരു യാത്ര പോകാം. ഞാൻ പറയാം, കുടുംബജീവിതം ഊഷ്മളമാകാൻ ഏറ്റവും നല്ലൊരു മാർഗം ഒരുമിച്ച് യാത്ര പോകുക. ഒരുമിച്ച് യാത്ര പോകുക, ഒരുമിച്ച് വല്ലയിടത്തൊക്കെ പോണേ. പൈസ ബാങ്കിൽ കിട്ടുന്ന കാര്യമൊന്നുമില്ല. ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു അന്നപ്പം? എത്ര ഉണ്ട്? ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ടെന്ന് എത്ര ഉണ്ടോ നിങ്ങൾ ജനിച്ചപ്പോഴേ എത്ര ഉണ്ടെന്ന്? 0. അല്ലേ? ഓപ്പണിംഗ് ബാലൻസ് 0. ഇനി ഇവിടുന്ന് ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ടോ? എത്ര ഉണ്ടോ? 0. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എത്ര? 0. അപ്പോ ഇങ്ങനെ നിലവിൽ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? പിള്ളേർക്കൊന്നും വെച്ചേക്കരുത്. താമസിക്കുന്ന വീട് വാസ്തുന്നത് അതൊക്കെ അവിടെ ഉണ്ടാക്കി പല നല്ല കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കണം. അവിടെ മാർക്കറ്റിൽ നല്ല മീനുണ്ട്, നല്ല സാധനങ്ങളുണ്ട്, അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചു. കാരണം പിന്നീട് അവസാനം ഇതൊന്നും കഴിക്കാതെ ചത്തുപോയവരും പിന്നെ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും 1000 പേരെ വിളിച്ചിട്ട് എന്ത് നടക്കും? അപ്പന്റെ 40 നടന്നു 1000 പേർക്ക് ഭക്ഷണം. ഈ മനുഷ്യൻ കഴിച്ചു എങ്ങനെ പോയത്? എങ്ങനെ പോയത്? പട്ടിണി കടന്നു പോയവര് അവന്റെ ശ്രാദ്ധമാണ് നടത്തുന്നത്. അല്ലേ? ലോകക്കാരെ മുഴുവൻ വിളിച്ച് ഭക്ഷണം കൊടുക്കുക. അപ്പൊ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ച് ജീവിക്കും. 2, എവിടെങ്കിലും ഒക്കെ യാത്രയ്ക്ക് അവരുടെ പ്ലാൻ അനുസരിച്ച് യൂറോപ്പിൽ പോവാം, സ്വിറ്റ്സർലൻഡിൽ പോവാം, ചൈനയിൽ പോവാം. കേട്ടോ? അപ്പൊ ഇവർ രണ്ടുകൊണ്ട് നീ പറയോ യാത്ര ചെയ്യാൻ ആരൊക്കെയാണ് പൗലോകോയിലൊരു ഭാര്യയുണ്ട്. അപ്പോ ബസ്സിനകത്ത് നോക്കുമ്പോണ്ട് ഭാര്യയുടെ മുട്ടം കൊണ്ട് പൊങ്ങുന്നില്ല കേറാനായിട്ട്. അപ്പൊ പൗലോകോയിൽ എഴുതിയത് കൈയെത്തി കുടിച്ചു. കാരണം പണ്ട് കാലം ഒത്തിരി പൊക്കിയാണ്, അല്ലെ? ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, പൊങ്ങുന്നില്ല. അപ്പൊ പൗലോകോയിലോട് സഹായം കൊടുക്കും. അത് കഴിഞ്ഞ് അകത്ത് ഭാര്യയ്ക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോ അടുത്തൊരു സീറ്റ് കിടക്കും. ഉടനെ ദൂരത്തിരിക്കുന്ന ഭർത്താവിനെ വിളിച്ച് അടുത്തിരിക്കും. ഇച്ചിരി കഴിഞ്ഞപ്പം വിശക്കാൻ തുടങ്ങി. കയ്യിലുള്ള ഭക്ഷണം എടുത്ത്
അല്പം മുറിച്ച് ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. വല്ലപ്പോഴും ഒക്കെ കൊടുക്കണമെന്ന്, വാരി കൊടുക്കണമെന്ന് കേട്ടോ. ഈ സ്റ്റേജ് വെച്ച് എന്ന് മുറിച്ചു കൊടുത്തതാ. പിന്നെ അന്ന് കൊടുക്കാൻ പറ്റാത്തവരൊക്കെ ഇപ്പൊ കൊച്ചിന്റെ മാമോദീസ ചെയ്തു അല്ലെ, കൊച്ചുമോന്റെ മാമോദീസ ചെയ്യുമ്പോ വലിയ തന്നെ വലിയ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വെച്ചു കൊടുക്കുന്നത്? കാരണം അവരുടെ കാലത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട്ടിൽ ഈ നാട്ടുകാരെ കഴിക്കാൻ പറ്റില്ല, വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ഭക്ഷണം പങ്കുവെച്ചു കൊടുക്കണം. അത് കഴിഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു, എനിക്ക് തലവേദന എടുക്കുന്നത്. ഉടനെ ഭാര്യ ആ ബാഗിൽ നിന്ന് ബാമെടുത്ത് ആ മനുഷ്യന്റെ നെറ്റിലിങ്ങനെ അവസാനമായി യാത്ര കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുക, ഞങ്ങൾ മുൻപത്തേക്കാൾ പരസ്പരം അടുത്തു. എന്നിട്ട് അദ്ദേഹം അതിന്റെ പേര് കൊടുക്കുന്നുണ്ട്. ഈ യാത്രയുടെ പേര് പിൽഗ്രിമേജ്, തീർത്ഥാടനം എന്ന് വെച്ചാൽ മനുഷ്യൻ ശബരിമലയിൽ പോയോ, യെരുശലേമിൽ പോയോ, മക്കയിൽ പോയോ ദൈവത്തെ കാണുന്നതിന് പറയുന്ന പേരല്ല. മനുഷ്യൻ മനുഷ്യനെ കണ്ടെത്തുന്നതിന് പറയുന്ന പേരാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. ഭർത്താവ് ഭാര്യയെ കണ്ടെത്തുന്നതിന് പറയുന്ന പേരാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. അവർ മുൻപൊന്നുമില്ലാത്തവണ്ണം പരസ്പരം അടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടത്, ഇന്നത്തെ കുടുംബസംഗമം കഴിഞ്ഞു പോകും. ഇന്നാണ് ഞങ്ങൾ പോയി ക്രിസ്മസിനോ അല്ലാത്ത കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും ടിക്കറ്റ് പോകാൻ വേണ്ടി ഇനി പുറത്തു പോകാൻ പറഞ്ഞില്ലാത്ത ഇന്ത്യ പോകണം. ഇനി ഇന്ത്യക്കാർക്ക് ഇനി കേരളത്തിന് പുറത്തു പോകാൻ പാകില്ലാത്തവര് കേരളത്തിനകത്ത് പോകണം. ഇനി അതിനും പാകില്ലാത്തവരുണ്ടല്ലോ, വീട്ടിലുള്ള ഭാര്യ പഠിച്ചുകൊണ്ട് തൃക്കുന്നപ്പുഴ കടത്തിയെത്തുന്നു. തൃക്കുന്നപ്പുഴ കാണാൻ എന്തിനാ കടലിൽ ഇറങ്ങുന്നതും കേറുന്നതും കാണാൻ വേണ്ടി. അതെ, മനസ്സ് കുറച്ചു നേരം റിലാക്സ് ആവാതെ ഒരുമിച്ചൊരു യാത്ര വേണം. എന്തിനാ ഇത്? ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല, ജീവിതം. അതുകൊണ്ട് അതൊരു ജോയിന്റ് വെഞ്ചറാണ്. ഹലോ, ആ ആലപ്പുഴ പോയാൽ മതി കേട്ടോ. ആ അപ്പോഴ് സ്ഥലം ഉറപ്പിച്ചു, ഒന്ന് പോകുന്ന സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോഴ് നമ്മുടെ ഓർമ്മ നോക്കുക, ജീവിതത്തെ അതിന്റെ റീഫ്രഷോടുകൂടി കാണാൻ ഇനി അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചൊരു യാത്ര നടത്താൻ, ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ജീവിതം എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞ കോ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ കൊച്ചുങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പറയാറുണ്ട്. സ്ത്രീകളോട് പറയും, അല്ലെങ്കിൽ നീ പഠിപ്പിച്ചല്ലേ കുഴപ്പമില്ല. അച്ഛനെ ഫുൾ എ പ്ലസ് ആണെ പറയും. എന്താ പറയുന്നത്? അല്ലെങ്കിൽ അവനെ ആ മോന് എ പ്ലസ് പോയ നിന്റേത്, എ പ്ലസ് ഉണ്ട് എന്റേത്. ഒരു മനുഷ്യൻ എത്ര ക്രോമസോം ഉണ്ടെന്നറിയാം? എന്നെ തീരുമാനം പറയാൻ എത്ര ക്രോമസോം ഉണ്ട്? ആ ശരിയാ, 46 ക്രോമസോം ഉണ്ട്. എത്ര ഉണ്ട്? 46. 23 കിട്ടിയ ആരുടെ കയ്യിലാണെന്നറിയാം? ആരുടെ കയ്യിലാണ്? അപ്പന്റെ കയ്യിൽ. 23 കിട്ടിയ ആരുടെ കയ്യിലാണ്? അമ്മയുടെ കയ്യിൽ. ചെറുക്കന് മുട്ട കിട്ടാൻ പകുതി മുട്ട ആരുടെ? അതെ. അപ്പൊ എ പ്ലസിന്റെ ക്രോമസോം അല്ല, മുട്ടയുടെ ക്രോമസോം എവിടുന്നാ പോയത്? അപ്പം കോ റെസ്പോൺസിബിലിറ്റിയാണ്, ഈക്വൽ ഉത്തരവാദിത്വമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് 365 ദിവസം ദൈവം നമ്മളെ തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കുവെച്ച് കഴിയാറുണ്ട്. ഇത് വളരെ വേഗം തീർന്നു പോകുന്നൊരു ജീവിതമാണ്. അതുകൊണ്ട് പരസ്പരം പണിയിട്ടും വഴക്കിട്ടും ഇങ്ങനെ മുൻപോട്ട് പോകാൻ, പരസ്പരം സന്തോഷം കണ്ടെത്തി മുൻപോട്ട് പോയാൽ, സാമർഥ്യത്തോടെ സമചിത്തതയോടെ ജീവിച്ചാൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. അതിന് അനുഗ്രഹീതമായിട്ട് കുടുംബ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് കാരിച്ചാൽ ഓരോ വീടുകൾക്കും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട്, കുടുംബങ്ങൾ പരദേശിയാണ്, ആ പരദേശിയുടെ നന്മ നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്ന സമയം അവസാനിക്കുന്നു, 4 മണിയായി. ദൈവം നിങ്ങളെ കാത്തോളം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട അച്ഛനോടും എല്ലാ ഭാരവാഹികളോടും നന്ദി സ്നേഹവും അറിയിക്കുക.